ശരിയാവുണ്ടായിരുന്നു. അതെ അതെ അതെ, കുഴപ്പമില്ല കുഴപ്പമില്ല. നേരത്തെ ഉള്ളവരുണ്ട് അല്ലെ, പുതിയ ആൾക്കാരും ഉണ്ട്. ആ ഇവിടെ ചക്ര സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നേരത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ചക്ര നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും നമുക്ക് പറയാം. ശ്രീജ മാഡം റേക്കി ദീക്ഷ സ്വീകരിച്ചിട്ട് എത്ര ദിവസമായി, എത്ര നാളായി? 21 ദിവസം കഴിഞ്ഞു, 9-ാം തീയതി. 9-ാം തീയതി. റേക്കി 21 ദിവസം കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്നത് നിർത്താൻ പാടില്ല കേട്ടോ. ഡെയിലി ചെയ്യുന്നു. ഇത് ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ചെയ്യേണ്ടുന്ന പ്രോസസ്സാണ്. ദീക്ഷ, റേക്കിയുടെ ദീക്ഷ ഞാൻ നിങ്ങൾക്ക് തന്നു അല്ലെ, ഓൺലൈനായിട്ട് വളരെ ദൂരെ ഇരുന്നുകൊണ്ട് തന്നു. ദീക്ഷ തന്നിട്ട് എങ്ങനെയാ, ദീക്ഷ തരുമ്പോ നിങ്ങൾ എങ്ങനെയാ അനുഭവിച്ചേ? നല്ല അനുഭവം ഉണ്ടായിരുന്നോ? ഇവിടെ കുറച്ച് പുതിയ ആൾക്കാരുണ്ട്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറയാൻ പറ്റുമോ? പറയാം. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയം. അത് ശരിക്കും അറിയാനുണ്ടായിരുന്നു, ഫ്ലോ ശരിക്കും അറിയാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള കനം തോന്നി. പിന്നെ കാലിന്റെ മുട്ടിന് എനിക്ക് വേദനയുണ്ട്. ആ മുട്ടിന് ആ മസിലൊക്കെ കിടന്ന് ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നി. അങ്ങനെ 1 മണിക്കൂർ പോയതറിഞ്ഞില്ല, ഭയങ്കര അനുഭവമായിരുന്നു. എന്തായാലും ആ റേക്കിയുടെ എനർജി വൈബ്രേഷൻസ് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ, ദീക്ഷ എടുക്കുമ്പോ തന്നെ. 21 ദിവസം റേക്കി ചെയ്തിട്ട് നിങ്ങളിൽ ഇന്റേണലി വന്ന എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, മാനസികമായിട്ട്, ശാരീരികമായിട്ട്, സംതിങ്? മാനസികമായിട്ട് ഞാൻ നല്ലോണം സമാധാനം, ഉണ്ണിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞു. അതെ, ഓക്കെ. ഒരു അവസ്ഥയിലായിരുന്നു, ആരോടും സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വന്നു. ശാന്തിയും സമാധാനവും വരാൻ തുടങ്ങിയിട്ടുണ്ടോ സ്വന്തം ഉള്ളില്? തീർച്ചയായിട്ടും ഒരുപാട് സമാധാനം, ഒരുപാട് സന്തോഷം. എന്ത് വെല്ലുവിളികളും നേരിട്ടേ പറ്റുള്ളൂ, നേരിടാൻ പറ്റുമെന്നുള്ള ഒരു മനസ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടോ? അതെ അതെ, ഇപ്പൊ ഉണ്ണിയുടെ കാര്യമായാലും അത് മനസ്സിലാക്കിയല്ലേ പറ്റുള്ളൂ. പിന്നെ ശാരീരികമായിട്ട് എന്താ, കാലിന്റെ മുട്ടുവേദനയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? കാലിന്റെ മുട്ടുവേദനയ്ക്കൊക്കെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. സ്റ്റെപ്പ് ഒന്നും തീരെ എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതിനൊക്കെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ തൃശ്ശൂര് ഒരു ജോലി കിട്ടി, അപ്പൊ ഞാൻ ഹോസ്റ്റലില് ഫ്രണ്ട് ാണ് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പൊ നമുക്ക് ആ ഒരു റേക്കിയോട് കൂടി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വന്നു, തീർച്ചയായും. എനിക്ക് സന്തോഷമാണ്. റേക്കി നമ്മള് പഠിച്ചിട്ട് എന്തായാലും സന്തോഷമാണ് അല്ലേ, സന്തോഷമായിട്ട് പറ്റുന്നുണ്ട്. മായ ടീച്ചർ നമസ്തേ. നമസ്തേ മാഡം, നമസ്തേ. നമസ്കാരം. ഇവിടെ ചക്രങ്ങളെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. 3 ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ റെക്കോർഡിങ്സ് എന്റെ കയ്യിലുണ്ട്, ഞാൻ തരും. ഞാൻ ക്ലാസ് മിക്കവാറും റെക്കോർഡ് ചെയ്യാറുണ്ട്, കാരണം മറ്റുള്ളവർക്ക് അത് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൽ ടെലഗ്രാം ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്, കാരണം ഈ വാട്സപ്പിൽ നമുക്ക് ഇത് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വലിയൊരു ഫയലാകുമ്പോഴേ അയക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ടെലഗ്രാം ആണെങ്കിൽ കൊടുക്കാറുണ്ട്, ചിലപ്പോൾ യൂട്യൂബിൽ ഞാൻ ചിലപ്പോൾ ഇടാറുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. എനിക്ക് സ്റ്റഡി ക്ലാസ് കംപ്ലീറ്റ് വെക്കാറുണ്ട്, കാരണം മറ്റുള്ളവരെ പഠിപ്പിക്കണ പോലെയല്ല, എത്ര ഡീപ്പായിട്ട് പഠിക്കണം എന്നാണ് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഞാൻ വലിയ ക്ലാസ് എടുക്കാറുണ്ട്, നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. രാജലക്ഷ്മി മാഡം ശ്രദ്ധിക്കുക, ഓക്കെ. അപ്പൊ നമ്മള് 3 ചക്രങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു. മൂലാധാരം പറഞ്ഞു, സ്വാധിഷ്ഠാനം പറഞ്ഞു, മണിപൂരം പറഞ്ഞു. നമ്മളിവിടെ പറഞ്ഞത് അനാഹത ചക്രയാണ്, ഹൃദയ ചക്രം, ഹൃദയത്തിലുള്ള ചക്രം. അപ്പൊ ഈ ചക്രത്തിന്റെ തത്വം എന്താണെന്നറിയോ? ഈ ചക്രത്തിന്റെ തത്വം സ്നേഹം, അപാരമായിട്ടുള്ള സ്നേഹം, അതേപോലെ ഭയം, പ്ലസ് ഓർ മൈനസ്, ഇത് രണ്ടും ഈ ചക്രത്തിന്റെ തത്വമാണ്.
ഇതിന്റെ ആകൃതി മഹർഷി മുനിമാരൊക്കെ കണ്ടെത്തി അതീന്ദ്രിയമായിട്ട് കണ്ടെത്തിയിട്ട് പറയുന്നത് ഇതിന്റെ ആകൃതി 12 ദളങ്ങളോട് കൂടിയ താമരയായിട്ടാണ് പറയുക. ഈ ചക്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സകല ദേവീ ദേവന്മാരും വസിക്കുന്നത് ഈ ചക്രത്തിലാണ്, ഹൃദയ ചക്രത്തിലാണ്. നമ്മുടെ എന്റെ ഹൃദയത്തിൽ ആ ദൈവം ഉള്ളത് എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ പലപ്പോഴും പറയാറില്ലേ. ഇതിന്റെ അർത്ഥം ഇതാണ്. ഈ ചക്രം പ്രവർത്തിപ്പിക്കുന്ന അവയവങ്ങൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹൃദയം, കരള്, ശ്വാസകോശം, രക്തചംക്രമണം, രക്തം, ത്വക്ക്, ചർമ്മം, നമ്മുടെ പുറം ഭാഗത്തിന്റെ മുകൾ ഭാഗം, പുറത്തിന്റെ മുകൾ ഭാഗത്തുള്ള പുറം. പഞ്ചഭൂതത്തില് വായു തത്വത്തെയാണ് നിയന്ത്രിക്കുന്നത്. അതായത് മനസ്സിന് നെഗറ്റീവ് തോട്ട്സ് ധാരാളം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയചക്രം കറക്റ്റ് അല്ല എന്ന് അതിന്റെ അർത്ഥം. പിന്നെ ചില ആളുകൾക്കൊരു പ്രശ്നമുണ്ട്, നമുക്ക് മോശമാണ് ചെയ്യുന്നതെങ്കിലും അവരോട് നോ പറ്റില്ല എന്ന് മുമ്പോട്ട് നോക്കി പറയാൻ കഴിവ് കുറവ്, നോ പറയാനുള്ള. എന്നിട്ട് നമ്മൾ തന്നെ സഫർ ചെയ്യും. ഞാനെങ്ങനെയാ പറയാ, അന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇല്ലേ, അന്ന് നിലക്ക് നിർത്തിയാൽ മതിയായിരുന്നു ഇല്ലേ എന്നൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ പറയാൻ ഭയങ്കര വിഷമം. ഇങ്ങനെ നോ പറയാൻ വിഷമമുള്ളവരുടെ ഹൃദയ ചക്രം ടീച്ചർ അങ്ങനെയല്ലേ, ടീച്ചർ അങ്ങനെയൊക്കെ ആയാലും എങ്ങനെയാ ടീച്ചർ? അപ്പൊ എന്താണെന്നറിയോ, നോ പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഭയങ്കര സഫർ ചെയ്യണം. ഇനി എല്ലാ കാര്യത്തിലും അമിതമായ സ്വാർത്ഥത, അതും മോശമാണ്. ഇത് രണ്ടും ചക്രത്തിന്റെ അണ്ടർ ആക്റ്റീവും ഓവർ ആക്റ്റീവുമാണ്. ജ്ഞാനേന്ദ്രിയം സ്പർശനം, അതായത് നമ്മൾ സ്പർശിച്ചിട്ട് അറിയുന്നത് ഈ ചക്രത്തിന്റെ കരുത്ത് ഉള്ളത് കൊണ്ടാണ് സ്പർശനം. ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥിനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്, തൈമസ് ഗ്രന്ഥി. നിറം എമറാൾഡ് ഗ്രീൻ, പച്ച കളർ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുന്ന ഫ്രീക്വൻസിയിൽ കറങ്ങുന്നത് എം എന്നാണ്, YAM, യം. സ്വഭാവം നാദമാണ്, നാദം. ഈ ചക്രം നമ്മൾ ഉണർന്ന് നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് റേക്കിയൊക്കെ നന്നായിട്ട് ചെയ്ത് കുണ്ടലിനി ഭാവത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പല വിധത്തിലുള്ള നാദങ്ങൾ കേൾക്കും. മണിനാദം, വീണ, ഇങ്ങനെയുള്ള നാദങ്ങൾ നമ്മൾ കേൾക്കും. ഈ ഹൃദയചക്രത്തിന്റെ അപാരമായ ഉണർച്ചയുണ്ടാവുമ്പോഴാണ് സന്യാസിമാർക്കൊക്കെ ഭയങ്കര കരുണ എന്ന വികാരം ഉണ്ടാവും. അവരെല്ലാവരെയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, നമ്മുടെ ദാനന്ദമയിനെ പോലെ. അവർക്ക് കരുണ എന്ന, എല്ലാ സഹജീവികളോടും ഭയങ്കര സ്നേഹവും കരുണയൊക്കെ ആയി. എല്ലാത്തിലും അവർക്ക് ദൈവത്തിനെ കാണാൻ അവരെ കൊണ്ട് സാധിക്കും. അങ്ങനെയുള്ളവരാണ്. ഈ ചക്രം ഉണർന്നു കഴിഞ്ഞാൽ കരുണയും സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷെ അതും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. നോ പറയേണ്ടടുത്ത് നോ പറയുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കാം. ഇല്ലെങ്കിൽ നമ്മളെ മറ്റു ആളുകള് അവരുടെ ഇംബാലൻസ് കൊണ്ട് അവരെ നമ്മളെ മിസ്യൂസിലേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പൈസ കടം വാങ്ങിക്കൊണ്ടേയിരിക്കും, നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും, തിരിച്ച് കിട്ടാതിരുന്നുകൊണ്ടേയിരിക്കും. ചോദിക്കുമ്പോ എങ്ങനെയാ ഇല്ലാന്ന് പറയാ ടീച്ചറെ, അങ്ങനെയൊക്കെ തോന്നിപ്പോകും അല്ലെ. ചിലപ്പോ നമ്മളടുത്ത് ഉണ്ടാവില്ല, നമ്മൾ വേറെ ആരുടെങ്കിലും വാങ്ങിയിട്ട് കൊടുത്താൽ ചോദിക്കുമ്പോ ഇപ്പൊ എങ്ങനെയാ ഇല്ല പറയാ, അങ്ങനെയുള്ള അവസ്ഥ. ഇതിന്റെ സ്വഭാവം നാദമാണ്. ധാതു രക്തധാതുവാണ്. ഒരു കാര്യം മനസ്സിലാക്കണം. നേരത്തെ പിന്നെ സ്വാധിഷ്ഠാന ചക്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, ജലം ധാതുവാണ്, ഇവിടെ രക്തധാതുവാണ്. ബന്ധപ്പെട്ട പ്രാണൻ, പ്രാണനെയാണ് പ്രാണൻ നിയന്ത്രിക്കുന്നത്. പ്രാണൻ, അപാനൻ എന്നൊക്കെ പറയുന്ന പ്രാണ എനർജിയാണ്. ഇനി ഈ ചക്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞില്ലേ, സകല ദേവീദേവന്മാരും ഈ ചക്രത്തിലാണ് വസിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. ഇനി അത് കൂടാതെ ഇവിടെ വേറെ പറയുന്നത് റേക്കി ഈ ചക്രത്തിൽ കൂടിയാണ് പുറത്തേക്ക്. റേക്കി എനർജി, പ്രാണ എനർജി, അതായത് പ്രപഞ്ചത്തിൽ നിന്നും റേക്കി എനർജി വന്ന് സഹസ്രാരത്തിൽ കൂടി വന്ന് ഹൃദയചക്രത്തിലെത്തി, ഹൃദയചക്രത്തിൽ നിന്നും 2 കൈകളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഈ ചക്രത്തിന് അങ്ങനെയും ഒരു വലിയ ഒരു പ്രത്യേകത. തൈമസ് ഗ്രന്ഥിനെ നിയന്ത്രിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെയും
പ്രേമത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും അതുപോലെ മറ്റ് എല്ലാ വിധത്തിലുള്ള നന്മകളുടെയും ഒരു കേന്ദ്രമാണ് ഈ അനാഹത ചക്രം. റേക്കി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത് പറയാം. ഇനി ഇതിന്റെ ഹയർ ആയിട്ടുള്ള കരുണ റേക്കി ഹേർട്ട് സെന്റേർഡ് ആണ്. കരുണ റേക്കി ഹേർട്ട് സെന്റേർഡ്. കമ്പാഷൻ ഓഫ് ലവ് എന്നാണ് ആ കരുണ റേക്കിയുടെ പേരെന്ന്. കമ്പാഷൻ ഓഫ് ലവ്. കമ്പാഷൻ ആണ് ഈ എനർജി. ഈ ചക്ര കറക്റ്റ് അല്ലെങ്കിൽ ഒട്ടുമിക്ക പല വിധത്തിലുള്ള വലിയ വലിയ രോഗങ്ങൾക്കോ അതുപോലെ വളരെ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾക്കോ കാരണം ചക്ര കറക്റ്റ് അല്ലെങ്കിൽ. മറ്റുള്ള എല്ലാ സഹജീവികളോടും കരുണ ഉണ്ടാകാൻ ഈ ചക്രം കറക്റ്റ് ആവണം. ഇപ്പൊ നമ്മൾ റേക്കിയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇന്ന് ഞാൻ എല്ലാ സഹജീവികളോടും കരുണയുള്ളവൻ. അല്ലേ ടീച്ചറെ? ടീച്ചർ പഠിച്ചിട്ടില്ലേ? അല്ലേ ശ്രീജ മാഡം പഠിച്ചിട്ടില്ലേ? നമ്മളത് പറയാറില്ലേ? ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നതും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ ചക്രയാണ്. സ്നേഹം, കരുണ, ആർദ്രത, എല്ലാ നല്ല ഗുണങ്ങളും ഈ ചക്രം. ഇത് കറക്റ്റ് അല്ലെങ്കിൽ വിദ്വേഷം, വെറുപ്പ്, കോപം, പക, തിരിച്ച് അതൊക്കെ ഉണ്ടാവും. പേടി. ഊർജം ഓറയിലൂടെ കൂടെ നന്നായിട്ട് പ്രസരിക്കും, പോസിറ്റീവ് ഊർജം. എല്ലാവരും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അതുപോലെ നമ്മുടെ ഡയഫ്രം എന്ന അവയവത്തിന്റെ ഡയഫ്രത്തിന്റെ താഴെയുള്ള മണിപൂര, സ്വാധിഷ്ഠാന, മൂലാധാര ഈ 3 ചക്രങ്ങളെയും ഡയഫ്രത്തിന് മുകളിലുള്ള വിശുദ്ധി, ആജ്ഞാ, സഹസ്രാരം ഈ 3 ചക്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നടുവിലത്തെ ചക്രമാണ്. 3 മുകളിലും 3 താഴെയാകുമ്പോൾ ഒരെണ്ണം നടുക്ക് വരുന്ന ഈ ചക്രം പരസ്പരം എല്ലാത്തിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ജംഗ്ഷൻ പോയിന്റ് കൂടിയാണ് ഈ ചക്രം. അതായത് ശാരീരിക, വൈകാരിക, ആത്മീയ തലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുക. മെന്റൽ ബോഡി, എമോഷണൽ ബോഡി, സ്പിരിച്വൽ ബോഡീനെ പരസ്പരം ബന്ധിപ്പിച്ച് താളാത്മകമായിട്ട് പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ചക്രമാണ് ചക്രം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആത്മീയതയിൽ ഉയരണമെങ്കിൽ ഈ ചക്രം ഉണർന്നേ പറ്റൂ. അല്ലെങ്കിൽ ഒരു ആത്മീയതയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഉണ്ടാവുന്ന വികാരം കരുണയാണ്. എല്ലാ സഹജീവികളെയും ഒന്നായി കാണാനുള്ള ഒരു മനോഭാവമാണ് ആദ്യം നമുക്ക് ആത്മീയതയിൽ കാലുവെക്കുമ്പോൾ ഉണ്ടാവും. അത് വളരെ അപ്പൊ ഈ ചക്രം കറക്റ്റ് ആവാൻ പറ്റും. പിന്നെ ഇത് കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കുക? ആ വ്യക്തിയുടെ മാനസികമായിട്ടും വൈകാരികമായിട്ടൊക്കെ വളരെ നിലവാരം തകരും. മാനസിക നിലവാരം തകരും. ആരോഗ്യകരമായിട്ട് പലവിധ അസുഖങ്ങളും ശാരീരിക അസുഖങ്ങളും ഉണ്ടാവും. ഹൃദയത്തിൻ്റെത്, വാൽവിൻ്റെത്, ശ്വസനത്തിൻ്റെത്, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാ കാര്യത്തിലും എന്ത് പറഞ്ഞാലും വളരെ തണുപ്പനായിട്ടുള്ള ആളായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളായിരിക്കും. വ്യക്തിത്വം ഒരു സന്തുല വ്യക്തിത്വം ഉണ്ടാവില്ല. ഹൃദയാഘാതം, വാതരോഗം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള മാനസിക വൃത്തികെട്ട വൈകല്യങ്ങൾ, വികാരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ചക്രത്തിനെ നമ്മള് പിന്നെ നന്നായിട്ട് ഹീല് ചെയ്താൽ എല്ലാ ദേവതമാരും പ്രസാദിക്കും. നവഗ്രഹങ്ങൾക്കും ഗുണമുണ്ട്. നവഗ്രഹ പൂജ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കാം. പിന്നെ അടുത്തത് വിശുദ്ധി ചക്രം. വിശുദ്ധി ചക്രം ത്രോട്ട്, കഴുത്തില്. ഇതിന്റെ തത്വം ഊർജസ്വലത, ശുദ്ധീകരണം. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ബീഫൊക്കെ കഴിച്ചിട്ട് ചിക്കനൊക്കെ കഴിച്ചിട്ട് ശുദ്ധിയാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. മാനസിക, വൈകാരിക, ആത്മീയ ശുദ്ധീകരണം നമുക്ക് സംഭവിക്കും. ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്ക് റേക്കിയിൽ കൂടി നല്ല ട്രാൻസ്ഫോർമേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ചക്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കണം. പിന്നെ അത് കൂടാണ്ട് ക്രിയേറ്റിവിറ്റി, കോപം ഇല്ലാണ്ടാക്കുക, ഊർജസ്വലത, ഇതെല്ലാം ഈ ചക്രത്തിന്റെ പണിയാണ്. പലതരത്തിലുള്ള പുതിയ നമ്മുടെ സർഗവാസനകൾ ഉണരുക. കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മഗീഷ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ചക്രം ഊർജസ്വലത വളരെയധികം വർദ്ധിപ്പിക്കും.
കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കും. മറ്റു വ്യക്തികളോട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ചക്ര ഭയങ്കര കറക്റ്റ് ആയിരിക്കും. കാരണം അവരുടെ ആയുധം കമ്മ്യൂണിക്കേഷൻ ആണ്. മനസ്സിലായോ? അങ്ങനെയാണ് അവർ ബിസിനസ് പിടിക്കുന്നത്. ഇപ്പൊ സർഗവാസന ചില ആളുകൾക്ക് പാട്ട് പാടാനുള്ള ആഗ്രഹമുള്ള ആളുണ്ടാവും, ടീച്ചറെ. അപ്പൊ അത്തരം ആളുകൾക്ക് ഈ ചക്രം കറക്റ്റ് ആയിരിക്കണം, അല്ലേ? ചില ആളുകൾ ഇനിയിപ്പോ റിട്ടയർമെന്റ് ഒക്കെ ആയി ഒരു ആത്മകഥ എഴുതാന്നൊക്കെ വിചാരിക്കും, സർഗവാസനകളൊക്കെ. അപ്പോഴും ഇത് ആവശ്യമുണ്ട് ടീച്ചറെ. അപ്പൊ അങ്ങനെ ഈ ചക്രത്തിന്റെ ഉപയോഗങ്ങൾ അതിഭയങ്കരമാണ്. കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ രാജലക്ഷ്മി, അവർക്ക് ഈ ചക്രം നന്നായിട്ട് ഹീൽ ചെയ്യേണ്ടത്. അങ്ങനെയാണ്. സെൽഫ് ഹീലിംഗിൽ ചെയ്യുമ്പോ ചെയ്താൽ മതിയല്ലോ മതി. എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ തന്നെ ചെയ്യണം. സെൽഫ് ഹീലിംഗ് എന്നത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് മാത്രമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യങ്ങളെ നേടിയെടുക്കണം, കുറച്ച് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. എന്റെ മനസ്സ്, എന്റെ അവസ്ഥ, എന്റെ വികാരങ്ങൾ അല്ലെങ്കിൽ രീതികൾ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ഒന്ന് കൂടുതൽ അത് ഔട്ട്പുട്ട് വേണമെങ്കിൽ അതാത് ഭാഗത്ത് എക്സ്ട്രാ ആയിട്ട് 20 മിനിറ്റ് നമ്മൾ ചെയ്യണം. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എക്സ്ട്രാ ആയിട്ട് ചെയ്യണം. ഈ ഡെയിലി 24 പാർട്സ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഡെയിലി പ്രാക്ടീസ് മാത്രമാണ്. ഇതിന്റെ ധാതു ത്വക്കാണ്. ത്വക്ക്. ചർമ്മരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഹീൽ ചെയ്തേ പറ്റുള്ളൂ. ചർമ്മരോഗങ്ങളും വിശുദ്ധിചക്രയും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ രാഹുദോഷങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് രാഹുവാണ് സാർ. എന്നാലും നന്നായി ചെയ്തോട്ടോ. നന്നായിട്ട് ചെയ്യുക. രാഹുവിനും കേതുവിനും വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നിങ്ങളുടെ 7 ചക്രങ്ങളെയും കറക്റ്റ് ചെയ്യേണ്ടതും കൂടിയാണ്. പ്ലസ് ആണ് നമുക്ക് ഈ ചക്രങ്ങൾ കറക്റ്റ് ആവണം, ആയേ പറ്റുള്ളൂ. ഇത് ഉദാനവായുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആകൃതി 16 ഇതളുകളോട് കൂടിയ താമര. 16. അപ്പോ ഈ ചക്ര എന്താ? എല്ലാ അവസരത്തിലും മനസമാധാനം നമുക്ക് വേണം. മനസമാധാനം. നമ്മുടെ സ്വയം ബോധത്തിൽ ഉന്നതി ഉണ്ടാവുക. സ്വയം ബോധം നമുക്ക് കൂടുതൽ ഉണ്ടാവുക. സ്വയം അവബോധം, അവയർനെസ്, ഞാൻ എന്താണ്, ആരാണ് എന്നൊക്കെ. പിന്നെ തൈറോയിഡ് അസുഖങ്ങൾ, ഹൈപ്പർ ആയാലും അല്ല. പേശികളുടെ നിയന്ത്രണം, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഉപാചയങ്ങളുടെ പ്രവർത്തനം, ശരീരത്തിന്റെ താപനില, നമ്മുടെ ആശയവിനിമയ പാഠം, അതായത് കമ്മ്യൂണിക്കേഷൻ, സംസാരം, ഉത്തേജനം, ആത്മശക്തി, സത്യസന്ധത. മറ്റു വ്യക്തികളോട് നമ്മൾ സത്യസന്ധത പുലർത്തിയാലേ മറ്റു വ്യക്തികൾ നമ്മളോടും സത്യസന്ധത പുലർത്തുള്ളൂ. സത്യസന്ധത വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കും. ആശയം, വ്യക്തിത്വം എല്ലാം ഇവിടെയാണ്. എല്ലാ നാഡികളെയും, 72,000 നാഡികളുടെ എല്ലാ നാഡികളെയും കൂടി നിയന്ത്രിക്കാം. അപ്പൊ നാഡീ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആവണമെങ്കിലും നമ്മളിത് ചെയ്തിരിക്കാം. പിന്നെ ഈ ചക്ര ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? കഴുത്തിനും ശബ്ദത്തിനും തകരാറുണ്ടാവുക, തൈറോയിഡ് പ്രശ്നം ഉണ്ടാവുക, തലവേദന ഉണ്ടാവുക, മൈഗ്രെയിൻ, ശബ്ദത്തിന്റെ പ്രശ്നം, ഗോയിറ്റർ ഉണ്ടാവുക, മോണ, പല്ലുകളുടെ പ്രശ്നം, കഴുത്തിനൊരു വലംപിടുത്തം, അല്ലെങ്കിൽ നമുക്കറിയാലോ പലതരത്തിലുള്ള കഴുത്ത് സംബന്ധമായിട്ടുള്ള സ്പോണ്ടിലോസിസ് പോലത്തെ കാര്യങ്ങളും ഫ്ലൂ രോഗങ്ങളും ഒക്കെ. ഇപ്പൊ അതായത് ഇവരെന്താ പറയുക, ഇത്തരം ഇതില് കറക്റ്റായിട്ടുള്ള അല്ലാത്ത ആളുകൾക്ക് എന്താണെന്ന് അറിയാം, അവർക്ക് വരുന്ന ഒരു പ്രശ്നം എന്ത് പ്രശ്നം വന്നാൽ ഇതെല്ലാം എന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. ആ വിധിയെ തടുക്കാനോ വിധിയെ മാറ്റാനോ അവർ ശ്രമിക്കില്ല. ഈ ചക്രം കറക്റ്റ് അല്ലെങ്കിൽ ഒതുങ്ങിപ്പോവും അത്തരം ആളുകൾ. എല്ലാം എന്ത് വെച്ചാൽ അതെന്റെ വിധിയാണ്, ഇപ്പൊ എന്താ ചെയ്യാ എന്നുള്ള രീതിയിൽ മിണ്ടാണ്ട്. അതാണ് ഒരു പ്രശ്നം ഉണ്ടാവും. മനസ്സിലല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ എന്താ ചെയ്യുക, ഒരു കാരണവും ഇല്ല, നിങ്ങൾ തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കുറ്റബോധം ഉണ്ടായി. സ്വയം എന്തിനാ കുറ്റബോധം? നിങ്ങൾക്ക് എന്താ തെറ്റ് ചെയ്തിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല എന്നൊരവസ്ഥയിലേക്ക് അവർ പോകും. കമ്മ്യൂണിക്കേഷൻസ് കുറയുമ്പോൾ സമൂഹമായിട്ട് യാതൊരു ബന്ധവും. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിയില്ലെങ്കിൽ സമൂഹങ്ങളെല്ലാം നമ്മളെ വെറുക്കാണ്. ശരിയല്ലേ? അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. ഒരു ആകർഷത്വം ഇല്ലാത്ത അവസ്ഥ. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഉൾവലിഞ്ഞ് ഇൻട്രോവേർട്ടായിട്ട് പോകാൻ തുടങ്ങും.
ഇപ്പൊ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും അനിശ്ചിതത്വവും ഉണ്ടാവാൻ തുടങ്ങും. ഈ ചക്രം നിങ്ങൾ റേക്കി ചെയ്യേണ്ടതിന്റെ ആവശ്യം മനസ്സിലാവും. അടുത്ത ഒരു ചക്രമാണ് ആജ്ഞാചക്രം. ഇതിനെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. തേർഡ് ഐന്റെ ക്ലാസ് ഒക്കെ ഉണ്ടാവും പലപ്പോഴും. തേർഡ് ഐ ഇത് നമ്മുടെ നെറ്റിയുടെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോ ഈ പൊട്ട് തൊടുന്നതിന്റെ കാരണം പോലും ഇതാണ്. നമ്മൾ എന്തിനാ പൊട്ട് തൊടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തേർഡ് ഐനെ നമുക്ക് ഓർമ്മിപ്പിക്കാനാണ്. ഓർമ്മിപ്പിക്കാൻ മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക്. ഇത് നമ്മുടെ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ആന്തരികമായിട്ടുള്ള പ്രതിഭയുടെ കേന്ദ്രമാണ്. ആന്തരികമായിട്ടുള്ള പ്രതിഭ, അതീന്ദ്രിയമായിട്ടുള്ള പല കഴിവുകൾ, സിദ്ധി, പല പല സിദ്ധികൾ അല്ലേ. നമ്മൾ ആകാശത്ത് നിന്ന് ഭസ്മം എടുക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ആവില്ലെങ്കിലും നമ്മുടെ ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിപ്പിക്കുക, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുക, അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടാവുക, പല സിദ്ധികൾ ഉണ്ടാവുക, ഏത് വിധത്തിലുള്ള മന്ത്രങ്ങൾ ജപിച്ചാലും അതൊക്കെ സിദ്ധിയാവുക, കൈപുണ്യം ഉണ്ടാവുക, ഇങ്ങനെ ഒരുപാട് ആത്മീയമായിട്ടുള്ള അതിഭയങ്കര നേട്ടങ്ങൾ തരുന്നു അല്ലെ. ശിവന്റെ തൃക്കണ്ണ് തുറന്നു എന്നൊക്കെ പറയുന്നത് ഈ സാധനമാണ്. ഓക്കെ, നമ്മൾ തന്നെയാണ് ശിവൻ. നമ്മുടെ ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിച്ചാല്, നമ്മുടെ ഈ തേർഡ് ഐ ഓപ്പൺ ആയാല് നമ്മൾ ശിവനാണ്. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ശിവൻ എന്നിട്ട് വേറൊരു വ്യക്തിയായിട്ട് കണക്കൂട്ടുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ തന്നെയാണ് എന്നർത്ഥം, നമ്മൾ തന്നെയാണ് എന്നാണ് അർത്ഥം. ഈ കഴിവ്, ഈ ചക്ര ഉണർന്നാലാണ് ഒരു വ്യക്തിയുടെ കഴിവുള്ള വ്യക്തിയാണ്, ഒരു കഴിവ് കെട്ടവനാണ് അങ്ങനെ പറയുന്നത്. ഇത് രണ്ടും നിയന്ത്രിക്കുന്ന ഈ ചക്രമാണ്. പിന്നെ എല്ലാ ചക്രങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ചക്ര. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരുന്ന ഇൻപുട്ട് കൊടുക്കേണ്ട സ്ഥലം ഈ ചക്രമാണ്. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടോ അതൊക്കെ നടത്തിച്ച് തരുന്നതും ഈ ചക്രമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ തത്വം എന്താ? തത്വം ദേഷ്യം, ഉത്സാഹം, തൃഷ്ണ. ദേഷ്യം അല്ലെ, ശിവന് കോപമുണ്ട് എന്നൊക്കെ പറയാറില്ലേ. ഇത് നിയന്ത്രിക്കുന്നത് സുഷുമ്ന, തലച്ചോറിന്റെ താഴെ ഭാഗം, ഇടത് ഭാഗത്തെ കണ്ണ്, മൂക്ക്, ചെവി, സ്പർശം, മുഖം, സെറിബെല്ലം, നമ്മുടെ എല്ലാ നാഡി വ്യവസ്ഥ, 72,000 നാഡികൾ നിയന്ത്രിക്കുക. ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി, നിറം ഇൻഡിഗോ കളറാണ്, ഇൻഡിഗോ. ഇത് നിയന്ത്രിക്കുന്നത് ജ്ഞാനേന്ദ്രിയം. എന്താണ് അത്? 6ാം ഇന്ദ്രിയം, 6th സെൻസ്, നമ്മുടെ അതീന്ദ്രിയമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള സകല കഴിവുകൾ. ഇതൊക്കെ ഉണർന്നവരാണ് എല്ലാ മഹർഷിമാരും മുനിമാരും. അതുകൊണ്ട് അവർക്ക് പലതും നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനും പറയാനും സാധിക്കും. പിന്നെ അതുപോലെ ഡിസിഷൻ പവർ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഡിസിഷൻ പവർ, ഇതൊക്കെയാണ്. ആകൃതി 2 ദളങ്ങളുള്ള താമര. ബീജമന്ത്രം ഇതില് പല തരത്തിൽ പറയാറുണ്ടാണ്. ടിബറ്റൻ ബുദ്ധമതക്കാര് അതിന് ലാമമാര് ഷം എന്ന മന്ത്രം പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓം എന്ന മന്ത്രം പറയാറുണ്ട്. ഏതും യൂസ് ചെയ്യാം. കൂടുതൽ നമ്മൾ ഇവിടെ ഓംകാരമാണ് ഉപയോഗിക്കുന്നത്. ഓംകാരമാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ സകലതിനെയും നിയന്ത്രിക്കുക, സകലതിന്റെയും ഉള്ളിൽ കടന്നു കയറി സകലതിനെയും നിയന്ത്രിക്കുക. അപ്പൊ നമ്മൾ ബ്രഹ്മമായി. അതുകൊണ്ടാണ് സകലതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നത്. സ്വഭാവം പറഞ്ഞല്ലോ. പ്രാണന, ഏത് പ്രാണനെയും നിയന്ത്രിക്കുക? സകല പ്രാണനെ, നമ്മുടെ ഉള്ളിലെ പഞ്ചപ്രാണനെയും എല്ലാ ചക്രങ്ങളെയും നമ്മുടെ സോളിനെയും സകലതിനെയും നിയന്ത്രിക്കുക. എല്ലാ പ്രാണന്മാരും. ധാതു അസ്ഥിധാതുവാണ്. ജ്ഞാനേന്ദ്രിയം എല്ലാം, എന്തും. നമുക്ക് കാഴ്ചയുണ്ടാവണമെങ്കിൽ, കേൾക്കണമെങ്കിൽ, ഗന്ധം അറിയാൻ സാധിക്കണമെങ്കിൽ, സ്പർശിക്കാൻ സാധിക്കണമെങ്കിൽ, അവബോധം ഉണ്ടാവണമെങ്കിൽ എല്ലാം മനസ്സ് സകലതിനെയും നിയന്ത്രിക്കും. അതാണ് തേർഡ് ഐ എന്ന് പറയുന്ന അതിമഹത്തായിട്ടുള്ള ഒരു ചക്ര കേട്ടോ. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിനെ നിയന്ത്രിക്കും. മറ്റെല്ലാ ഗ്രന്ഥികളെയും ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ സ്വാധീനിക്കും. പറഞ്ഞല്ലേ? ഈ ചക്ര ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് വളരെ ഡൗൺ ആയിട്ട് പോകുമ്പോൾ സകല ദോഷങ്ങളും പിടിപെടും.
കുടുംബദോഷം, അത് ഇത് ചക്ക മാങ്ങയൊക്കെ വരണമെങ്കിൽ ഇത്. മനസ്സിലായില്ലേ? മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവുക, വിഷമതകൾ, ഭയം, മനോവിഭ്രാന്തി, സ്കിസോഫ്രീനിയ, അങ്ങനെയുള്ള രോഗം. അത്തരം വ്യക്തികൾ എന്താണെന്നറിയോ? ഇൻട്രോവേർട്ടായിട്ട് കടന്നിട്ട് ഇങ്ങനെ മനോരാജ്യം കണ്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങി സ്വന്തം എന്തൊക്കെയോ സ്വപ്നം സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കിടക്കും. ഉൾക്കാഴ്ചകൾ ഒന്നും ഉണ്ടാവില്ല. പാർക്കിൻസൺസ് രോഗം ഉണ്ടാവാൻ സാധ്യത, കാഴ്ചശക്തിയുടെ കുറയല്, ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ. ഒരു പ്രായം കഴിയുന്ന സ്ത്രീകൾ അത് നന്നായിട്ട് ഹീൽ ചെയ്യണം. മെനോപോസിന്റെ സമയമാകുമ്പോഴേ പിന്നെ നമുക്ക് ഈ ഹോർമോണുകളുടെ ഇംബാലൻസിൽ സ്വഭാവത്തിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് ആളുകൾക്ക്. മനസ്സിലായില്ലേ? കണ്ണ്, മുഖം, തലച്ചോറ്, തിമിരം, ഇതൊക്കെ ഈ ചക്രമായിട്ടാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട്, അതിന് പിന്നീട് പറയും. അടുത്ത ക്ലാസ് വരുമ്പോൾ പറയും. അടുത്ത ക്ലാസ് അല്ല, ഇതിൽ തന്നെ പറയും. ഇന്ന് ക്ലാസ് തീർക്കുന്നില്ല. ഇന്നൊറ്റ ദിവസം ഇരുന്നാല് നിങ്ങളുടെ ക്ലാസ് കംപ്ലീറ്റ് ആവും. അടുത്തത് സഹസ്രാര ചക്രം. സഹസ്രാര ചക്രം എന്ന് നമ്മൾ പൊതുവെ പറയാൻ പാടില്ല. സഹസ്രാര പത്മം, പത്മമാണ്. ഇത് മൂർധാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1000 ഇതളുള്ള തിളങ്ങുന്ന വയലറ്റ് നിറത്തിലാണ് നമ്മളിതിനെ മഹർഷിമാരും മുനിമാരും പറഞ്ഞിട്ടുണ്ട്. 1000 ഇതളുള്ള താമരയിൽ ഗഗനാചതുരൻ ഉണർന്നു എന്നൊക്കെ പാട്ട് കേട്ടുന്നത് അതുകൊണ്ട് അല്ലേ? സർഗം സിനിമയിൽ പാട്ട് കേൾക്കുന്നത് അതുകൊണ്ട്. റേക്കി അറ്റ്യൂൺമെന്റ്, റേക്കി ദീക്ഷ തരുമ്പോ ഈ സഹസ്രാര ചക്രമാണ് തുറക്കുന്നത്. നിങ്ങളുടെ സഹസ്രാര ചക്രമാണ് തുറന്നു തരുന്നത്. നിങ്ങൾ കണ്ണുകൾ അടച്ച് ചെവിക്ക് അകത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ മൈന്യൂട്ടായിട്ട് ഒരു വിസിലടിക്കുന്ന പോലെ സൗണ്ട് കേൾക്കാൻ സാധിക്കും ദീക്ഷ കിട്ടിയ ആളുകൾക്ക്. ഓംകാരനാഥം, പ്രകൃതിയുടെ ഓംകാരനാഥം കേൾക്കാൻ തുടങ്ങിയിരുന്നു. കുണ്ടലിനി യോഗദീക്ഷയിൽ കിട്ടുന്നത് പോലെ തന്നെ ഈ ഓംകാരനാഥം നിങ്ങൾക്ക് കേൾക്കാൻ തുടങ്ങും. അത് വളരെ മൈന്യൂട്ടായിരിക്കും. അതിനെ ശ്രദ്ധിച്ച് കൃത്യമായി ചെയ്യുമ്പോൾ പിന്നീട് കൃത്യമായിട്ട് ഓംകാരം കേൾക്കാൻ തുടങ്ങും, അനുഭവിക്കാൻ തുടങ്ങും. അല്ല, ഇപ്പോഴുള്ള ആളുകൾക്ക് മൈന്യൂട്ട് ആയിരിക്കും. ഇത് ഈ ചക്രം ഓപ്പൺ ആകുന്നത് വഴി മാത്രമേ നിങ്ങൾക്ക് റേക്കി ദീക്ഷ കിട്ടുള്ളൂ. അപ്പൊ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കി എന്നാണ് ഇതാണ് ശ്രീജ മാഡം. കേൾക്കുന്നുണ്ടല്ലോ? അതുവഴിയാണ് ചക്ര റേക്കി നിങ്ങളിലേക്ക് കടന്ന് വന്നുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തൊക്കെ അത് വന്നു. ഇതിന്റെ തത്വം എന്താ? അൾട്ടിമേറ്റ് നോളജ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആനന്ദം, പരമാനന്ദം, ബ്രഹ്മാനന്ദം. ആകൃതി പല വിധത്തിലുള്ള കളറുകളോട് കൂടിയിട്ടുള്ള 1000 ഇതളുള്ള താമര. ഈ ഹൈന്ദവ പാരമ്പര്യത്തില് താമരയായിട്ടാണ് സങ്കല്പിക്കുന്നത്. മനസ്സിലായില്ലേ? അവയവം തലച്ചോറ്, തലച്ചോറിന്റെ മൂർധാവ്, വലത് കണ്ണ് സൂര്യൻ, വലത് കണ്ണ് ശിവൻ, സൂര്യൻ. ശൈവദോഷങ്ങൾ മുഴുവൻ ഇവിടുന്ന് തീർക്കുക. അതാണ് കടുത്ത ശൈവദോഷം ഉള്ളവർക്ക് ഈ അപസ്മാരം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ കുറവ് എന്ന് പറയും. തലച്ചോറിലാണ് ഹീല് കൊടുക്കുക. ശൈവദോഷങ്ങൾ, ശിവനാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ സകല ദേവതയാണ്, അത് വേറൊരർത്ഥം. ഇപ്പൊ നമ്മുടെ സഹസ്രാര ചക്രത്തിൽ ഹീല് കൊടുത്താൽ സകലതുമായി, അത് വേറൊരർത്ഥം. ഗ്രന്ഥി പിനിയൽ ഗ്ലാൻഡ്, നിറം വയലറ്റ്. ജ്ഞാനേന്ദ്രിയം എന്താണ്? അത് ഇന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത്, നമ്മൾക്ക് ഒരിക്കലും യുക്തിചിന്ത കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത എല്ലാ കഴിവുകളും, എല്ലാ അറിവുകളും, എല്ലാ പ്രവൃത്തികളും എല്ലാം അതിന്ദ്രിയം. ബീജമന്ത്രം ഓം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സൈലൻസ് എന്നും പറയാറുണ്ട്. കാരണം ഈ ചക്രത്തിനെ പരിപൂർണമായിട്ടും കണ്ടെത്തി വികസിപ്പിച്ച് പറഞ്ഞ ഒരാൾ പോലും ഇല്ല, പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അവര് ബ്രഹ്മത്തിലേക്ക് അലിഞ്ഞു പോയി, പിന്നെ പറയാൻ പറ്റിയിട്ടില്ല. അത്രമാത്രം ഇതാണ്. പണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസനോട് വിവേകാനന്ദൻ ഫസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബ്രഹ്മാനന്ദം മോക്ഷമൊക്കെ കിട്ടുമ്പോ എന്താ സ്ഥിതി, പറഞ്ഞുതരാൻ പറ്റുമോ? എന്നെങ്കിലേ ഞാൻ വരുന്നുള്ളൂ, വെറുതെ എന്തിനാ വന്നിട്ട് കാര്യമില്ല. അപ്പോ മൂപ്പരൊരു ഉപ്പിനെ കൊണ്ട്, വലിയ ഉപ്പ് പാറയെ കൊണ്ട് ഒരു പാവ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ കടലിലേക്ക് ഇട്ടു. ഇട്ടപ്പോ അത് താഴ്ന്ന അവസാനത്തെ അടിത്തട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഉപ്പുപാവ അലിഞ്ഞില്ലാണ്ട്. പിന്നെ അപ്പൊ പറയും, എനിക്കിങ്ങനെ പറയാൻ പറ്റുക, നീ തന്നെ അനുഭവിക്കേണ്ടതുണ്ട്, പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു പ്രവൃത്തി അല്ലാന്ന് എൻ്റെ.
ഇതൊരു ശ്രീരാമകൃഷ്ണന്റെ റിയലി നടന്നിട്ടുള്ള ഒരു ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ കഥയിലുള്ളതാണ്, അദ്ദേഹം പറഞ്ഞതാണ്. അങ്ങനെയാണ് സ്വഭാവം മോക്ഷം, സെൽഫ് റിയലൈസേഷൻ. ബന്ധപ്പെട്ട പ്രാണൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സകല പ്രാണന്റെയും അപ്പുറം വിശ്വപ്രാണൻ, അവിടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. വിശ്വപ്രാണൻ, നമ്മുടെ പ്രാണന്റെ അപ്പുറം അതീതമായ വിശ്വപ്രാണൻ. ധാതു എന്താ? തേജസ്, ഓജസ്, തേജസ് എന്നൊക്കെ പറയും. തേജസ്. ജ്ഞാനേന്ദ്രിയം എന്താണ്? എല്ലാത്തിന്റെയും അതീതമായിട്ട്. കാരണം ഇതൊന്നും പിന്നെ ഡിഫൈൻ ചെയ്തിട്ട് ഇന്നത് ഇന്നത് പറയാൻ കഴിയില്ല എന്നതിന്റെ അർത്ഥം. അത്രമാത്രം ഹയർ എന്നർത്ഥം. സഹസ്രാരം. ഈ ചക്രം ഉണർന്ന് പ്രബലമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാല് സമാധി അവസ്ഥയിലേക്ക് എത്തും. നമ്മൾ സമാധിസ്ഥനാവും. കുണ്ടലിനിയുടെ പൂർണ്ണമായിട്ടുള്ള ഊർജ്ജസ്വലത. കുണ്ടലിനി ഉണരുക, പ്രവർത്തിക്കുക, മോക്ഷം, ഇതൊക്കെയാണ് ഹയർ സ്റ്റേജ് ആയി. എല്ലാ ശാരീരിക മാനസിക വേദനകളെയൊക്കെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കുക. നമ്മുടെ ഈ അവയർനെസ്, അവബോധത്തിന്റെ ഇരിപ്പിടമാണ് അത്. ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹോളി സ്പിരിറ്റിലേക്ക് എത്തുക, അല്ലെങ്കിൽ ബ്രഹ്മത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ശിവനിലേക്ക് എത്തുക. ഇന്ന് ജാതി മതം ഒന്നും ഉദ്ദേശിക്കേണ്ട, ഞാനൊരു പേര് മാത്രമാണ് പറയുന്നത്. കാരണം ഈ ബ്രഹ്മാനന്ദത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന ജാതിയുടെ ദൈവത്തിൽ എത്തിയെന്ന് ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല, ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ സാധനങ്ങളൊക്കെ നഷ്ടം. മനസ്സിലായില്ലേ? ഇപ്പോ ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീയമായിട്ടുള്ള സകല നേട്ടങ്ങളും യോഗയുടെ ഏറ്റവും ഹയർ സ്റ്റേജ്. ഒരു മിനിറ്റ്, ഞാൻ കോൾ എടുക്കട്ടെ. ഹലോ ഹലോ ഹലോ, മഴയില്ല, ഞാൻ ക്ലാസ് എടുക്കുമെന്ന്. നല്ല വെയിലാണ് ഇവിടെ. ക്ലാസ്സിലാ? ഹലോ ഹലോ. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ റേക്കി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വന്ന് നമ്മൾ ഒരു പരമാനന്ദമായ ഏറ്റവും അൾട്ടിമേറ്റ് നമുക്ക് എവിടെയാണോ എത്തേണ്ടത്, ഏറ്റവും അൾട്ടിമേറ്റ് നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണോ ലഭിക്കേണ്ടത്, അതെല്ലാം ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. ഈ ചക്രം ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയണമെങ്കിൽ എന്താ പറയാ, ശാരീരിക മാനസികമായിട്ടുള്ള ആത്മീയ ആരോഗ്യമൊന്നും ഇല്ലാണ്ട് ദുർബല വികാരങ്ങളുമായിട്ട് നമ്മൾ നടക്കുകയും സകല ദോഷങ്ങളും നേടി നടക്കുകയും ചെയ്യും. അപ്പൊ മനസ്സിലായില്ലേ? റേക്കിയിൽ ഈ ചക്രങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയോ? നമ്മൾ 7 ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ചക്രങ്ങളെ കുറിച്ചിട്ട് ഒരു ഏകദേശമായിട്ടുള്ള ഒരു ധാരണ നമ്മളിലേക്ക് വന്നു. എന്താണ് ചക്രം? ഈ ചക്രങ്ങൾ നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പൊ ഇനി ഈ ചക്രാസ് ഈ ചക്ര ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓറ എന്ന ആ ഭാഗം ഉണ്ടാകും. കാരണം എനർജി, ഒരു ഊർജം ഇങ്ങനെ റൗണ്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, സൃഷ്ടിക്കപ്പെടുമല്ലോ. അതാണ് നമ്മുടെ ഓറ, നമ്മുടെ ആകൃതിയിലുള്ള ഓറ. അപ്പൊ 7 ചക്രങ്ങൾ ഇതുപോലെ കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 7 ഓറകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് നമ്മൾ അടുക്കി 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 വെച്ചിട്ടുള്ള ടൈപ്പിൽ ഒരു ഓറ ഉണ്ടാവും. 7 ലെയറുള്ള ഓറ, ഹ്യൂമൻ ഓറ, സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തെയാണ് നമ്മൾ ഈ മഹർഷിമാർക്കും മുനിമാർക്കും ഒക്കെ ദൈവങ്ങൾക്കും ഒക്കെ എന്ന് പറയുന്നത് വലിയ ഹയർ സ്റ്റേജ് ആയിരിക്കും. ഒരുപാട് ചിലപ്പോൾ 1 or 2 കിലോമീറ്റർ ഒക്കെ വിടുത്തുള്ളതായിരിക്കാം, നമുക്ക് കൊച്ചുമായിരിക്കാം, ഇത്രേ ഉണ്ടാവുള്ളായിരിക്കും, അവർക്ക് അത്രേ ഉണ്ടാവും എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഫോട്ടോത്തിന്റെ പിറകിൽ ഒരു റൗണ്ട് പ്രകാശം വരച്ച് വെക്കുന്നില്ലേ, നമ്മൾ ദൈവങ്ങളുടെ ഫോട്ടോത്തിന്റെ പിറകിൽ കാണത്തില്ലേ, അത് ഇതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. യേശുവിന്റെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ കണ്ടില്ലേ, ഇതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ച് വെച്ചിട്ട്, അതാണ്, അതിനെയാണ് അങ്ങനെ പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ ഓറക്കും 7 പാളികളുണ്ട്, 7 തരത്തിലുള്ള പാളികളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ 7 പാളികളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, ഡിവൈൻ ബോഡി. ഡിവൈൻ ബോഡി ഇത് ഒരു വ്യക്തിയുടെ അവരുടെ ലക്ഷ്യത്തിലേക്ക്, അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും ലൈഫിൽ, അവരുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ചൂണ്ടുപലകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഓറയെ നമ്മൾ നോക്കിയിട്ട്, ഈ റോളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്കിതിന്റെ അവസ്ഥ നോക്കിയിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2, സ്പിരിച്വൽ ബോഡി.
നമ്മുടെ മനഃശാസ്ത്ര, സാമൂഹിക, ശാരീരികമായിട്ടുള്ള ഒരു സത്യത്തിന്റെ ഒരു കണ്ണാടി തന്നെയാണ്. എല്ലാ തലത്തിലും നമ്മൾ അത് നിയന്ത്രിക്കും. ഒരു ചക്ര ആധ്യാത്മിക കൂടുതൽ പൂർണ്ണമാകുന്നത് ഈ ഓറ കറക്റ്റ് ആകും. അടുത്തത് കാഷ്വൽ ബോഡി. നമ്മുടെ സാഹചര്യങ്ങളെ നിർമ്മിക്കുന്നതും, നമ്മുടെ സാഹചര്യങ്ങളെ ഗതിമാറ്റം, അതിനെ മാറ്റിവിടുക, ട്രാൻസ്ഫോർമേഷൻ തരുന്നതും, ഊന്നല്, സ്വയം ബോധം, കാഴ്ച, വിജയം, ഇതൊക്കെ നിയന്ത്രിക്കുന്നതും ആണ് ഈ ഒരു ഓറ. അടുത്തത് മെന്റൽ ബോഡി, മെന്റൽ ഓറ. നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ഈ പാളിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വിശ്വാസം, സങ്കല്പം, സ്വഭാവം, ഇതൊക്കെ ഈ ഓറയാണ് പ്രതിഫലിപ്പിക്കുക. അതായത് ഇത് നോക്കിയാൽ മനസ്സിലാകും ഇവരെങ്ങനെ എന്നുള്ളത്. നോക്കുക എന്നുള്ളത് അതീന്ദ്രിയമായിട്ട് ഓറയെ കാണാനുള്ള പ്രാക്ടീസ് ചെയ്ത് 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 തനിയെ അത് വികസിച്ച് വരേണ്ടതാണ്. അതൊരു ക്ലാസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നാളെ മുതൽ ഓറയെ കാണാൻ പറ്റും. അതീന്ദ്രിയമായിട്ട് കഴിവുകൾ നമുക്ക് വികസിച്ച് വരേണ്ടതാണ്. ഇനിയിപ്പോ ഓറയെ മാത്രം ഫോട്ടോ എടുത്ത് കാണാവുന്ന രീതിയൊക്കെ, ഓറയെ മാത്രം ഫോട്ടോ എടുത്ത് കാണാവുന്ന രീതിയൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എന്റെ കിർലിയൻ ഫോട്ടോഗ്രാഫി എന്നാണ് പറയുന്നത്. ഹലോ, അതിന് നമ്മൾ കിർലിയൻ ഫോട്ടോഗ്രാഫി എന്നാണ് പറയുക. അത് അങ്ങനെയുള്ള കണ്ടെത്തലുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. കിർലിയൻ ഫോട്ടോഗ്രാഫി വഴി ഒരാളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓറ മാത്രമേ കാണൂ. അതിൽ വരുന്ന ബ്ലാക്കിഷ് ആയിരിക്കുന്ന ഭാഗങ്ങള്, ബ്ലോക്കേജസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഓറ മാത്രം ഫോട്ടോ എടുക്കുന്ന ചില ഡിവൈസുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ അതീന്ദ്രിയമായിട്ട് കഴിവ് വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്കത് കണ്ടെത്താൻ പറ്റും. 10-30,000 രൂപ കൊടുത്താൽ അങ്ങനെ ഡിവൈസ് ഉണ്ട്. ഞാൻ അതിലൊന്നും അത്തരം ഡിവൈസ് വാങ്ങാറില്ല. നമുക്ക് നേരിട്ട് തന്നെ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാൻ, അവരുടെ ഫോട്ടോ കിട്ടിയാൽ കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ പെൻഡലോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യും. പക്ഷെ ആ ഒരു കഴിവ് നമ്മൾ സ്വയം വികസിക്കേണ്ട, ആർജിക്കേണ്ട കാര്യമാണ്. ടീച്ചർ തന്ന് നമ്മൾ അതിലേക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പം തനിയെ ഒരു വിരിഞ്ഞു വരുന്ന കാര്യം. ഇത് ക്ലാസ് എടുത്തത് കൊണ്ട് ഒരാൾക്ക് കിട്ടുന്നില്ല, മനസ്സിലായില്ലേ? ക്ലാസ് എടുത്താൽ ദീക്ഷ കിട്ടും, റേക്കി കിട്ടും, റേക്കി ചെയ്ത് വിജയിക്കാനൊക്കെ പറ്റും. അത് വേറൊരു വിഷയം. ഞാൻ ഓറ കാണുന്ന കാര്യത്തെ കുറിച്ച് മാത്രം. അടുത്തത് എമോഷണൽ ബോഡി അല്ലെങ്കിൽ അസ്ട്രൽ ബോഡി. നമ്മുടെ വികാരങ്ങളെയും വൈകാരിക പ്രവർത്തനങ്ങളെയും ഒക്കെയാണ് ഇവിടെ കാണിക്കുക. സമാധാനം, പ്രേമം, ഊഷ്മളത, സമർപ്പണം, എല്ലാം മറക്കാനും പൊറുക്കാനും കഴിയുക, നിറഞ്ഞ ഹൃദയം, ഇങ്ങനെയൊക്കെ പറയാം. അടുത്തത് എത്തറിക് ബോഡി. ഇത് നമ്മുടെ ശരീരത്തിന്റെ, നമ്മൾ കാണുന്ന ബോഡിയുടെ ഒരു കണ്ണാടിയാണ്. ആ ബോഡിയിലുള്ള എന്ത് പ്രശ്നങ്ങളും മാറ്റങ്ങളും ഇവിടെ കാണും. അടുത്തത് ഫിസിക്കൽ ഔറിക് ബോഡി. ഫിസിക്കൽ ഓറ എന്ന് പറയും. നമ്മുടെ ശാരീരിക ആരോഗ്യം, നമ്മുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള വിശ്വാസം, വികാരങ്ങൾ, ബുദ്ധി, ഓർമ്മശക്തി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഈ ഓറയെ നമ്മൾ ക്ലീൻ ചെയ്ത് ഓരോ ഓറയേനെയും സ്പെഷ്യലായിട്ട് നമുക്ക് ഹീലൊക്കെ കൊടുക്കാം. റേക്കിയില് ഡീപ്പ് ലെവലിലേക്കൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. അപ്പോ നമ്മൾ ഓറയെ കുറിച്ച് പറഞ്ഞു, ചക്രങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾക്ക് മനസ്സിലാക്കി വെക്കുന്നത് റേക്കിയുടെ കാര്യത്തിൽ നമ്മൾ എവിടെയൊക്കെ റേക്കി ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ തരാം. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു കാര്യം. റേക്കിയിൽ എപ്പോഴും നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി, വളരെ സറണ്ടർ മൈൻഡോട് കൂടി, നിഷ്കളങ്ക ഭാവത്തോടു കൂടി വേണം നമ്മൾ റേക്കി ചെയ്യാൻ. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് റേക്കിയിലെ ഹൈ എൻഡിങ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിന് ഇപ്പൊ നമ്മളിപ്പം ഡെയിലി ചെയ്യേണ്ട പ്രവൃത്തി എന്താ? റേക്കിയിൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ട പ്രവൃത്തി 24 ഭാഗത്ത് അല്ലെങ്കിൽ 26 ഭാഗത്ത് നമ്മൾ റേക്കി ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ പ്രവൃത്തി. ഇപ്പൊ നമ്മൾക്ക് 24 ഭാഗത്തൊക്കെ കൊടുക്കുമ്പോൾ
ചിലപ്പോൾ നമുക്ക് മടി വരാനുള്ള ചാൻസ്. അയ്യോ ഇത്രയും ഭാഗം ചെയ്യണോ, ഇത്രയും ഭാഗം ചെയ്യണോ എന്നുള്ളത്. നോക്കൂ, ഈ ചില ഭാഗങ്ങളിലേക്ക് 24 ഭാഗത്തൊക്കെ നമ്മൾ റേക്കി ചെയ്യുമ്പോൾ എന്തോരം ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ, ഇതിൽ 26 ഭാഗം എന്നല്ല, കുറച്ച് കോമ്പിനേഷൻസ് ആയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് ഹെഡ് പൊസിഷൻസ്, തേർഡ് ഐയിൽ നമ്മൾ ഹീൽ ചെയ്യും. ഹെഡ് പൊസിഷൻ തേർഡ് ഐ, അവിടെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഫേസ്, മുഖത്താണ്, ഐസ് കണ്ണുകള്, റെറ്റിന വെയിൻസ്, സൈനസ്, നോസ്, മൗത്ത്, ടീത്ത്, പിനിയൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇത്രയും ഭാഗത്തേക്ക് നമ്മള് മുഖത്ത് ഇങ്ങനെ ഹീൽ കൊടുക്കുമ്പോഴത്തേക്കും ഇത്രയും ഭാഗത്തേക്ക് ഹീലാകും. അപ്പൊ അത്രയും ഭാഗത്തേക്ക് ഹീൽ ആകുമ്പോൾ എന്താണെന്നറിയോ, ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് എന്ത് അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ബോഡിയിൽ കണ്ണിന്റെ പ്രോബ്ലങ്ങൾ മാറ്റുക, കോൾഡ്, ഫ്ലൂ, സൈനസൈറ്റിസ്, മോഹനേട്ടാ, സൈനസൈറ്റിസ്, ടീത്ത്, തലവേദന, ഹെഡേക്ക്, മൈഗ്രെയിൻ, പല വിധത്തിലുള്ള അലർജികൾ, നാഡീ ഞരമ്പുകളുടെ ഇത്രയും അസുഖങ്ങളിലേക്കുള്ള ഹീലിംഗ് ഫിസിക്കലി നടക്കും. മനസ്സിലായില്ലേ? പിന്നെ എമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്താ മാറ്റം ഉണ്ടാവുക, അതും വേണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, റേക്കി നിങ്ങളെ ഹീൽ ചെയ്യുന്നത് അൾട്ടിമേറ്റ് ആണ്, സമ്പൂർണമാണ് റേക്കി എന്നത്. ഫിസിക്കൽ, മെന്റൽ, എമോഷണൽ, സ്പിരിച്വൽ എല്ലാ ഹീലിംഗും നടക്കുക, സമ്പൂർണതയാണ്, നിങ്ങളുടെ ഒരു യാത്രയാണ്, നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാണ്. അപ്പോൾ എമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്താ ഗുണം കേട്ടോ, ആങ്സൈറ്റി, ഫിയർ, സ്ട്രെസ്, ഇതങ്ങ് ഹീലാവും. ആങ്സൈറ്റി ഉണ്ടാവില്ല, അനാവശ്യമായിട്ട് ഫിയർ ഉണ്ടാവില്ല, സ്ട്രെസ് ഉണ്ടാവില്ല. മെന്റൽ ആയിട്ട് എന്താ ഉണ്ടാവുക, ക്ലിയർ തോട്ട്സ്, ചിന്തകൾ ക്ലിയർ ആവാൻ തുടങ്ങും. ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങളിപ്പോ ഒരു കണ്ണുവേദനക്ക് ഹീൽ ചെയ്താലും ഇത്രയും ഗുണങ്ങൾ തനിയേ വരും. മനസ്സിലായി? നിങ്ങൾ ചിലപ്പോൾ ഒരു കണ്ണുവേദന മാറ്റണം, കണ്ണിന് ചൊറിച്ചിലുണ്ടായിട്ട് കണ്ണ് കലങ്ങി പോയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും ഗുണങ്ങൾ വരും. മനസ്സിലായില്ലേ? ഇത്രയും ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഈ ഹെഡ് ഭാഗത്തേക്ക് ഹീൽ ചെയ്യുമ്പോൾ കിട്ടുക. മുഖം, തേർഡ് ഐ, നമ്മുടെ തലച്ചോറൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുക. സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് അഡ്വാൻറ്റേജ് കിട്ടുന്ന, നോളജ്, അൾട്ടിമേറ്റ് നോളജ്, സുപ്പീരിയർ, പിന്നെ സമാധി, ഇത്രയും ഗുണങ്ങൾ അവിടെ വരും. പിന്നെ നമ്മൾ ക്രൗൺ ചക്രയിലേക്ക് ഹീൽ ചെയ്യുമ്പോൾ അവിടെ എന്താ, പിറ്റ്യൂട്ടറി, പിനിയൽ ഗ്ലാൻഡുകളെ ഹീൽ ചെയ്യും, മൈൻഡ് ഹീലിംഗ് നടക്കും അവിടെ. ഫിസിക്കലായിട്ട് അഡ്വാൻറ്റേജ് വരുന്നത് ബാലൻസ്, ബ്ലഡ് സർക്കുലേഷൻ ബാലൻസ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ബാലൻസ് ആകുക, ഹെഡേക്ക് മാറുക. അപ്പൊ എമോഷണൽ ആയിട്ട് നമുക്ക് അവിടെയും ഗുണം കിട്ടുന്നുണ്ട്. ഈ ഒരു അടുത്ത ഒരു ഭാഗത്തേക്ക് കൈവച്ചിട്ട് ഹീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണമാണ് ഈ പറയുന്നത്, ഓരോ ഭാഗത്ത് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ. അപ്പൊ എമോഷണൽ ആയിട്ട് എന്ത് ഹീലിംഗ് ആണ് നമുക്ക് ലഭിക്കുക, ഡിപ്രഷൻ, ഫിയർ, നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഡിപ്രഷൻ, ഫിയർ, നെഗറ്റീവ് തോട്ട്സ്. മെന്റൽ ആയിട്ട് അഡ്വാൻറ്റേജ് വരെ ശാന്തി അവസ്ഥ, ഒരു ശാന്തത നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. അല്ലേ ശ്രീജ ടീച്ചറെ? ഇപ്പൊ അങ്ങനെ വരുന്നില്ലേ? അല്ലേ ശ്രീജ മാഡം? അങ്ങനെ വരുന്നില്ലേ? ശാന്തി, ക്ലിയർ തോട്ട്സ് ഉണ്ടാവും. സ്പിരിച്വൽ ആയിട്ട് നമുക്ക് എന്താ ഗുണം കിട്ടുക, സെൽഫ് അവയർനെസ്, ഞാൻ ആരാണ് എന്നൊക്കെ ബോധ്യങ്ങൾ വരാൻ തുടങ്ങും, എല്ലാത്തിനെയും ഒന്നായിട്ട് കാണാൻ തുടങ്ങും. പിന്നെ സ്പിരിച്വൽ ആയിട്ട് നമുക്ക് പലവിധ ഗ്രോത്ത് വരാൻ തുടങ്ങും. ഇനി തേർഡ് ഐയുടെ പിറകിൽ, അതായത് നമ്മളെ കഴുത്തിന്റെ തലയുടെ പിറകിൽ ഇങ്ങനെ ഒബ്ലാങ്കട്ടയിലൊക്കെ ഹീൽ ചെയ്യുന്ന സമയത്ത് ബ്രെയിനിന്റെ സെൻട്രൽ പോർഷനൊക്കെ ഹീലാവും, സ്പൈനൽ കോഡ് ഹീലാവും, സെറിബെല്ലം, മെഡുല്ല ഹീലാവും. എന്തൊക്കെയാണ്? സെൻട്രൽ പോർഷൻ ഓഫ് ദ ബ്രെയിൻ, സ്പൈനൽ കോഡ്, സെറിബെല്ലം,
മെഡുല്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹീലാവും. അപ്പൊ ഫിസിക്കലായിട്ട് നമുക്ക് എന്താ അവിടെ ഗുണം കിട്ടുക? കണ്ണിന്റെ ഐ പ്രോബ്ലം മാറുക, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്. നമുക്ക് ചില ആളുകൾ, ഉറക്കക്കുറവുള്ള ആളുകൾ എത്ര തിരിഞ്ഞും പറഞ്ഞ് കിടന്നാലും ഉറക്കം ശരിയാവില്ല. ഇപ്പം ചില ആളുകൾ ഉറങ്ങുന്നുണ്ട്, എന്നാലും ഞാൻ പറയാം. അതെ, ഇപ്പം മടുപ്പ് പിടിക്കുമ്പോ ഉറങ്ങും, പക്ഷെ ഉറങ്ങാൻ കിടന്നാൽ മടുപ്പും പിടിക്കൂല, അതാണ് പ്രശ്നം. വെയിറ്റ് കൺട്രോൾ, തടി കുറക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എമോഷണൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫിയർ, ആങ്സൈറ്റി, സാഡ്നെസ്, ഇൻസൾട്ട്. ചില ആളുകൾക്ക് വെറുതെ സാഡ്നെസ് ഉണ്ടാവും, എന്തിനാന്ന് അറിഞ്ഞുകൂടാ, അല്ലേ രാജലക്ഷ്മി? വെറുതെ സാഡ്നെസ് ആണ്, പക്ഷെ കാരണം അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ, ഞാൻ ചില ആളോട് അങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടല്ല. ഒരാൾ എന്റെ മുമ്പിൽ ഇരുന്ന് അവരിന് ക്ലാസ് എടുക്കുമ്പോൾ അവരെന്താണ് എങ്ങനെയാണെന്ന് തനിയെ തന്നെ എനിക്ക് മനസ്സിൽ വരും. ആ വരുന്നത് മാത്രമേ അവരോട് ചോദിക്കുള്ളൂ. അതിന് ഇൻറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇൻസൾട്ട് ഫീൽ ആവുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഹീല് നടക്കും. ഇനി മെന്റൽ ആയിരിക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലിയർ തോട്ട്സ്, ഡിപ്രഷൻ റിമൂവ് ആവുക, ശാന്തി ഉണ്ടാവുക, എല്ലാത്തിലും ഒരു ബാലൻസിങ് ഉണ്ടാവുക. ബാലൻസ്. സ്പിരിച്വൽ അഡ്വാൻറ്റേജ് മെന്റൽ ബാലൻസ് ആൻഡ് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ, ഈ 3 ബോഡിയും ബാലൻസ് ചെയ്യും. മനസ്സിലായില്ലേ? ഈ 3 ബോഡിയും ബാലൻസ് ചെയ്തിട്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയും. ഇനി ത്രോട്ട് ചക്ര, ഞാൻ നേരത്തെ പറഞ്ഞു, ത്രോട്ട് ചക്ര ഹീൽ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ടോൺസില്, റെസ്പിറേറ്ററി, തൈറോയിഡ്, സൗണ്ട്, ഇത്രയും ഭാഗങ്ങളെ ഹീലായി പോകും. മനസ്സിലായില്ലേ? ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഹീലാവും ഈ വിശുദ്ധി ചക്രത്തിന്റെ ത്രോട്ട് ചക്ര പറയുമ്പോഴേ. ഫിസിക്കൽ, പിന്നെ ബിഹേവിയറൽ പ്രോബ്ലംസ് എല്ലാം മാറുക, പെരുമാറ്റ വൈകല്യങ്ങൾ മാറുക, നെർവസ്നെസ് ഇതൊക്കെ മാറിക്കിട്ടുക. ഇനി എമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് അഡ്വാൻറ്റേജാ കിട്ടുക ഇവിടെ നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ? ആങ്കർ മാറുക, കോൺഫിഡന്റ് ആവുക, കോൺഫിഡൻസ്, സെൽഫ് വർത്ത്, സെൽഫ് ലവ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഹീൽ ചെയ്യണം. ഇനി മെന്റൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഇന്നർ പീസ്, ആന്തരികമായിട്ട് സമാധാനം, ക്രിയേറ്റിവിറ്റി, കോൺഫിഡൻസ് ഇതൊക്കെ ഉണ്ടാവും. സ്പിരിച്വൽ ആയിട്ട് നമുക്ക് എന്താ പറ്റുക? ക്രിയേറ്റിവിറ്റി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ക്രിയേറ്റിവിറ്റി. ഇനി ഹൃദയചക്രത്തിലേക്ക് നമ്മൾ ഹീല് കൊണ്ടുപോകുമ്പോൾ, ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ഹീല് കൊണ്ടുപോകുമ്പോൾ, ബോഡിയിലേക്ക് ഹീല് കൊണ്ടുപോകുമ്പോൾ, ഹേർട്ട് ചക്രയാണെങ്കിൽ ലിവർ, ഹേർട്ട്, പ്ലീഹ, പാൻക്രിയാസ്, ഇത്രയും ഭാഗങ്ങൾ ഹീലാണ്. അപ്പൊ ഫിസിക്കലായിട്ട് നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുക ജോണ്ടിസ്, അനീമിയ, ലുക്കേമിയ, ഇത്രയും രോഗങ്ങൾ മാറാൻ സഹായിക്കുന്നതോടൊപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രോബ്ലങ്ങൾ മാറുക. ചില ആളുകൾക്ക് ഉണ്ടാവും രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറഞ്ഞ ആളുകൾ, ഇടക്കിടക്ക് വലിയ പ്രോബ്ലംസ്, രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. പിന്നെ ഡയബറ്റീസ്, സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി നമ്മുടെ വർദ്ധിക്കും. എമോഷണൽ ആയിട്ട് നമുക്ക് വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ലവ്, കൺട്രോളിങ് ആങ്കർ, ഡെസ്പാവുക. പിന്നെ അനാവശ്യമായിട്ടുള്ള സാഡ്നെസ് റിമൂവ് ആവുക. പിന്നെ മെന്റൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പീസ്, ഫിയർ, ഇതൊക്കെ മാറുക. സ്പിരിച്വൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നോക്കണം, വളരെ ശ്രദ്ധിക്കണം, സ്പിരിച്വൽ അഡ്വാൻറ്റേജ് എന്നത് അൺകണ്ടീഷണൽ ലവ്. ഒരു കണ്ടീഷൻസും ഇല്ലാതെ ഒരാൾക്ക് വേറൊരാളെ സ്നേഹിക്കാൻ കഴിയുക, അവരിൽ നിന്നും ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ എന്നതിന്റെ അർത്ഥം. അൺകണ്ടീഷണൽ ലവ്. ഇതാണ് ആത്മീയതയുടെ തുടക്കം. കാല് വെക്കുന്നത് അവിടെയാണ്, അൺകണ്ടീഷണൽ ലവ്. പ്ലസ് അതിന്റെ കൂടെ വേറെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഡിറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് അല്ല, ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച് ആയിട്ട് വേണം, അൺകണ്ടീഷണൽ ആയിട്ട് വേണം. ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും.
രാജലക്ഷ്മി ശ്രദ്ധിച്ച് എഴുതട്ടോ. പീസ്, ജോയ്, ഇതെല്ലാം നമുക്ക് ഉണ്ടാവും. ഇതാണ്. പിന്നെ അടുത്തത് സോളാർ പ്ലക്സസ്. സോളാർ പ്ലക്സസ് അതായത് നമ്മുടെ മണിപൂരത്തിന്റെ ഭാഗത്തിലേക്ക് നമ്മൾ ഹീലിംഗ് എത്തിയട്ടോ. ഇങ്ങനെയൊക്കെ ഡെയിലി കൈകൾ വെച്ച് നമ്മൾ ഈ മണിപൂര ഭാഗത്തിലേക്ക് ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണ കിട്ടുക. ലിവർ ഹീലാവും, നമ്മുടെ സ്റ്റൊമക്ക് ഹീലാവും, പ്ലീഹ ഹീലാവും. അപ്പൊ അത്രയും ഹീലാവുന്നതോടൊപ്പം ഫിസിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൺട്രോളിങ് ഇൻസുലിൻ, സ്റ്റൊമക്ക് എല്ലാം, വോൾ, സ്റ്റൊമക്ക്, ഇമ്മ്യൂൺ പവർ, എല്ലാ വിധത്തിലുള്ള ഫിസിക്കൽ മെന്റൽ പ്രോബ്ലംസും മാറും. ഇതിന്റെ അർത്ഥം ഇവിടെയാണ് എല്ലാ വിധത്തിലുമുള്ള കർമ്മദോഷങ്ങളെയും ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്ന ഭാഗം. ഇപ്പൊ നമ്മള് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഏത് ഒരു വേറെ എന്തെങ്കിലും രോഗത്തിൽ നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ ഹീൽ ചെയ്യുന്നു എങ്കിൽ ഈ മണിപൂര ചക്രത്തിന്റെ ഈ ഭാഗവും മുഖം, ഫേസ് എന്ന ഈ ഫസ്റ്റ് ഭാഗവും നമ്മൾ എപ്പോഴും ഹീൽ ചെയ്യണം. ഇത് രണ്ടും ഹീൽ ചെയ്തിട്ടാണ് നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് ആ ഭാഗത്തേക്ക് 20 മിനിറ്റ് ഹീൽ. അത് ശ്രദ്ധിക്കണം. ഇനി എമോഷണൽ എന്താ മാറുക? നമുക്ക് എല്ലാ നെഗറ്റീവ് എമോഷൻസും പോയി കിട്ടാണ്. നമുക്ക് സപ്രസ് ആയിരിക്കുന്ന പല വികാരങ്ങളും പോയി കിട്ടുക. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആളെ ആ പേര് പറയുന്നില്ലെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് റേക്കി പഠിച്ചിട്ട്, റേക്കി ദീക്ഷ സ്വീകരിച്ചിട്ട് 3-ാമത്തെ ദിവസം വാട്സപ്പ് എടുത്തിട്ട് ഭയങ്കര കരച്ചിലാണ്. വാട്സപ്പിൽ വന്നിട്ട് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് കരയണ വെച്ചാൽ, എനിക്ക് റേക്കി ചെയ്യാൻ പറ്റുന്നില്ല സാറേ, ഭയങ്കര സങ്കടം വരുന്നില്ല. ഇരുന്ന് കരഞ്ഞോ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, നീ ഇരുന്ന് കരഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ എന്താ അതിന്റെ കാര്യം എന്താണെന്നറിയോ? അവർക്ക് എന്താണ്, അവരെ സംബന്ധിച്ച് അവർക്ക് അവരെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ദുഃഖം എന്ന വികാരം വ്യക്തിയുടെ ഉള്ളിൽ അത് കംപ്ലീറ്റ് റിമൂവ് ആയിട്ട് പോവുകയാണ്. ആ റിമൂവ് ആയിട്ട് പോകുമ്പോൾ ഒരു വിത്തിൻ 1-2 ഡേയ്സിൽ നമുക്ക് ഭയങ്കര ദുഃഖം തോന്നിയത്, പൊട്ടിക്കരഞ്ഞു പോകും. ചില ആൾക്കാർ അത്ര നിഷ്കളങ്കമായിട്ടാണ് റേക്കി ചെയ്യുന്നതെങ്കിൽ അവർ കരഞ്ഞു, പക്ഷെ അത് റിലീസായിട്ട് പോയി എന്നാണ് അർത്ഥം. ആ നിമിഷം നമ്മൾ റേക്കി ചെയ്യുന്നത് നിർത്തുവല്ല വേണ്ടത്, മോർ ആയിട്ട് ചെയ്യുക വേണ്ടത്. ഇതിൻ 2 ഡേയ്സിൽ ആ ഹീലിംഗ് ക്രൈസിസ് പോകും. ചില ആളുകൾക്ക് ദേഷ്യമായിട്ടാണ് എന്താണോ സപ്രസ് ചെയ്തിട്ടുള്ളത്. പണ്ട് ഞാൻ റേക്കി ചെയ്യുന്ന സമയത്ത്, ഞാൻ പഠിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു വന്നിരുന്നത്. വീട്ടിൽ TV, എന്റെ മൊബൈലൊക്കെ വെറുതെ എറിഞ്ഞ് പൊളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. വെറുതെ എറിയ പൊട്ടിക്കുക എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരാഴ്ച ആ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ പോയി. ആ സമയത്ത് നമ്മൾ റേക്കി ചെയ്യുന്നത് നിർത്തരുത്. അതിനെയും കൂടി വെച്ചിട്ട് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ അത് ഉള്ളിൽ നിന്ന് പോകും. ഇവിടെയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റിയ സമയം. നിർത്തണോ, ഞാൻ ചെയ്യണോ? നിർത്തിക്കഴിഞ്ഞാൽ ആ നെഗറ്റീവ് വികാരങ്ങൾ പിന്നെയും നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. റേക്കി പഠിച്ച കാശും പോയി. അല്ല, നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്നെങ്കിൽ ആ നെഗറ്റീവ് കംപ്ലീറ്റ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് റിലീസായിട്ട് പോയി കഴിഞ്ഞാൽ ഭാവിയിലേക്ക് വരാൻ പോകുന്ന രോഗങ്ങളെ മുഴുവൻ ഇല്ലാതാവും. നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഈ ഇത്തരം അടിച്ചമർത്തപ്പെട്ട പല വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് പോകുമ്പോഴാണ് നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ആരംഭിക്കുക. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അല്ല, കൊറോണ തുടങ്ങാന്ന് പറയുമ്പോൾ വൈറസിൽ മാത്രമല്ല, അത് ഭൗതികമായിട്ട് പറഞ്ഞാൽ വൈറസാണ് രോഗം ഉണ്ടാക്കുന്നത് എന്ന് പറയാം. പക്ഷേ സ്പിരിച്വലി നമ്മൾ പറയുമ്പോൾ സ്പിരിച്വലി, എമോഷണലി, മെന്റലി ഉള്ള ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് അവസാനം ഫിസിക്കലിലേക്ക് എത്തിയിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കുന്നത്. അപ്പോഴാണ് ആ കൊറോണയുടെ വൈറസ് നമ്മുടെ ഉള്ളിൽ കയറുന്ന കാര്യം പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത്. 2 ഡയമെൻഷൻ. ഇങ്ങനെ എല്ലാ തരത്തിലും മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ എവിടത്തോളം എത്തിയത് സോളാർ പ്ലക്സസിന്റെ എമോഷണൽ അല്ലേ? അതിന്റെ മെന്റൽ ആയിട്ടുള്ള ഗുണങ്ങൾ എന്താ? മെന്റൽ അഡ്വാൻറ്റേജസ് നമുക്ക് ലഭിക്കുന്നത് ക്ലിയർ ഫിസിക്കൽ മെന്റൽ പീസ്, ഇന്നർ ബാലൻസ്. മനസ്സിലായില്ലേ? ഇന്നർ ബാലൻസ്. സ്പിരിച്വൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുമുള്ള സ്പിരിച്വൽ ഗ്രോത്തും ഐശ്വര്യങ്ങളും. ഇനി സാക്രൽ ചക്ര. എന്താണ് സാക്രൽ ചക്ര? സാക്രൽ ചക്ര നമ്മുടെ സ്വാധിഷ്ഠാന ചക്ര. ലിവറിന്റെ താഴെ ഭാഗങ്ങൾ പാൻക്രിയാസ്, പ്ലീഹ, സ്റ്റൊമക്ക്. ഫിസിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് വരുന്നത് സ്റ്റൊമക്ക്, നമ്മുടെ ഡൈജസ്റ്റീവ്, പിന്നെ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ,
എല്ലാ വിധത്തിലുള്ള സ്റ്റൊമക്ക് രോഗങ്ങളും. എമോഷണലായിട്ട് എന്താ നമുക്ക് മാറിക്കിട്ടുക? എമോഷണലായിട്ട് നമുക്ക് മാറിക്കിട്ടുന്നത് ഹിസ്റ്റീരിയ. ചില ആളുകൾക്ക് ഹിസ്റ്റീരിയ ഉണ്ടാവും. ആനേനെ വരെ പേടിക്കൂല, എന്നാൽ പല്ലീനെ കണ്ടാൽ പിന്നെ വീട്ടിൽ കയറൂല, പിന്നെ പേടിച്ച് കാര്യം. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇല്ലേ? കൂറ പല്ലീനൊക്കെ കണ്ടാൽ കാര്യം. ഇനി സിംഹത്തിനെ കണ്ടാലും പേടിക്കാത്ത ആളുമുണ്ടാവും. പിന്നെ നമ്മൾ ഹിസ്റ്റീരിയ. അതെ. പിന്നെ എമോഷണലായിട്ട് നമുക്ക് ഹിസ്റ്റീരിയ മാറുക, എമോഷൻസ് കൺട്രോൾ ആവുക, സ്ട്രെങ്ത് ആവുക, നമ്മൾ ഇന്നർ സ്ട്രെങ്ത് ആവുക. മെന്റലായിട്ട് നമുക്ക് അഡ്വാൻറ്റേജസ് വരുന്നത് ഡിപ്രഷൻ മാറിക്കിട്ടുക, കോൺഫിഡന്റ് ആവുക. സ്പിരിച്വൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാവുക. ഇനി റൂട്ട് ചക്ര, മൂലാധാര ചക്രത്തിന്റെ അടുത്തോളം എത്തി നമ്മൾ ഹീൽ ചെയ്തിട്ട് കേട്ടോ. അപ്പോ സെക്സ്വൽ ഓർഗാൻസ് ഹീൽ ആവുക, ബ്ലാഡർ, യൂട്രസ് ഒക്കെ. ഫിസിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് സ്കിൻ ഡിസീസുകൾ മാറുക, ഡീടോക്സിഫൈ ആവുക. വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മളിപ്പം പുറത്തു പോകുന്ന, ഭക്ഷണം കഴിക്കുന്ന, പല ഭക്ഷണം ഒക്കെ കഴിക്കണം ഇല്ലേ? നമ്മൾ ബസ് സ്റ്റാൻഡിലൂടെ നടക്കുമ്പോഴൊക്കെ ആകുമ്പോഴേക്കും വായു മലിനീകരണം, ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. മെന്റൽ ടോക്സിൻസ് ഉണ്ട്, നെഗറ്റീവ് തോട്ട്സ് വന്നിട്ട് മെന്റൽ ടോക്സിൻസ് ഉണ്ട്. അനാവശ്യ എമോഷൻസ് വന്നിട്ട് എമോഷണൽ ടോക്സിൻസ് ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, സ്പിരിച്വൽ ടോക്സിൻസും ഉണ്ടാവും. ടോക്സിൻ റിമൂവ് ആകണം, ഡീടോക്സിഫൈ ആകണമെങ്കിൽ മൂലാധാര ചക്രം നന്നായിട്ട് ഹീലാകും. ഡീടോക്സിഫിക്കേഷൻ, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ വയറിളക്കം, ഇത് രണ്ടും. ലേസി, മടി, ഞാൻ പറഞ്ഞില്ലേ, ശനിദോഷം, മടി, ലേസിനെസ്, ഡെസ്പ്, നിരാശ, ആത്മഹത്യാ പ്രവണത, സൂയിസൈഡൽ ടെൻഡൻസി. ഇപ്പൊ വളരെ ശ്രദ്ധിച്ച് എഴുതേണ്ട ആൾക്കാർ ശ്രദ്ധിച്ചത് എഴുതണം എന്നുള്ളൂ. മരിച്ചാ മതി എന്നൊക്കെ തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെയില്ലേ? മരിച്ചാ മതി എന്നൊക്കെ തോന്നുന്ന ആളുകൾ ഉണ്ടാവും. സൂയിസൈഡൽ ടെൻഡൻസി, ഫിയർ, ഇതൊക്കെ മാറണമെങ്കിൽ നമ്മളിവിടെ ഹീല് ചെയ്യണം. എമോഷണൽ അഡ്വാൻറ്റേജ് എന്നത് ഫിയർ, ആൻസൈറ്റി, ഇതൊക്കെ റിമൂവ് ആവുക. മെന്റൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ എനർജി വർദ്ധിക്കുക, ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുക, വിറ്റാൽ പവർ വർദ്ധിക്കുക, സ്റ്റെബിലിറ്റി ഉണ്ടാവുക, മണി ഫ്ലോ ഉണ്ടാവുക, എനിത്തിങ് നിങ്ങൾക്ക് വേണ്ടുന്ന ഡെയിലി നീഡ്സ് ഉണ്ടാവുക, ആത്മീയ ഭൗതിക ഗുണങ്ങൾ ഉണ്ടാവുക ഒക്കെ. സ്പിരിച്വൽ ആയിട്ട് നമുക്ക് വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിലീസ്, റിയാലിറ്റി, അതായത് റിയാലിറ്റിയിലേക്ക് നമ്മൾ റിയലൈസ് ആകും, റിയലൈസേഷൻ, മോക്ഷം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത്രമാത്രം ഗുണങ്ങളാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പൊ റേക്കി ചെയ്യാൻ ഇനി മടി ഉണ്ടാവേണ്ട ഒരു കാര്യം. മടിച്ചാക്കി പറഞ്ഞ ഒരൊറ്റ ഗുണങ്ങളും കിട്ടില്ല, അത്രേ ഉള്ളൂ. അതിനാൽ നമ്മൾ റേക്കി ചെയ്യാൻ പറഞ്ഞു. എത്രമാത്രം പവർഫുൾ ആണ്, എത്രമാത്രം ഹയർ ആണ് എന്ന് നോക്ക്. ഇനി ബാക്ക് സൈഡിലേക്ക് ചെയ്യുമ്പോൾ, അതായത് ത്രോട്ട് ചക്രയുടെ പിറകിൽ, നമ്മളിങ്ങനെ പിറകിൽ ചെയ്യത്തില്ലേ, പിറകിൽ ചെയ്യുമ്പോൾ മസിൽസ് ഒക്കെ ഹീലാവും. നമ്മുടെ മസിൽസ്, സ്പൈൻ കോഡൊക്കെ ഹീലാവും. മുകൾ ഭാഗത്തെ, സ്പൈൻ കോഡിന്റെ മുകൾ ഭാഗത്തെ ഹീലാവും. ഫിസിക്കലായിട്ട് നമുക്ക് എന്താ ഗുണം കിട്ടുക? സ്പൈനൽ പ്രോബ്ലം, സുഷുമ്നയുടെ പ്രോബ്ലം ഒക്കെ മാറിക്കും. കുണ്ടലിനി ഉണരണമെങ്കിൽ സുഷുമ്ന കറക്റ്റ് ആവും. അതുപോലെ ലേസിനെസ് മാറിക്കിട്ടും. ഉത്തരവാദിത്വ ബോധം നമുക്ക് ഉണ്ടാവും. ഉത്തരവാദിത്വ ബോധം, റെസ്പോൺസിബിലിറ്റീസ്. എമോഷണൽ ആയിട്ട് എന്താ ഗുണം കിട്ടുക? സ്ട്രെസ് മാറുക, കോൺഫിഡന്റ് ആവുക. മെന്റലായിട്ട് എന്താ ഗുണം കിട്ടുക? പീസ് ഓഫ് മൈൻഡ്. സ്പിരിച്വൽ ആയിട്ട് നമുക്ക് വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള നല്ല വാക്കുകളെ അവർ പറയും. അങ്ങനെയുള്ള തോട്ട്സേ ഉണ്ടാവുള്ളൂ. പിന്നെ ജോയ്,
പിന്നെ എല്ലാ വിധത്തിലുള്ള സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ടാവും. ഇനി ഹൃദയ ചക്രത്തിന്റെ പിറകിന്റെ ഭാഗത്തേക്ക് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഹൃദയം, ലെൻസ്, ബ്രോങ്കസ് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഹീൽ ചെയ്യും. ഇപ്പോൾ ശ്വാസം മുട്ടൽ വരുമ്പോൾ നമ്മൾ ഹൃദയ ചക്രത്തിന്റെ പിറകിൽ നമുക്ക് ഇതുപോലെ ഹീൽ ചെയ്യും. ശ്വാസം മുട്ടൽ ഉണ്ടാവുമ്പോൾ ഇവിടെ ഹീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹീലിംഗ് സംഭവിക്കുന്നത്. പിന്നെ ഫിസിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് വേറെ, നമ്മുടെ ഇമ്മ്യൂൺ പവർ വർദ്ധിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുക, കഫ് മാറുക. ക്രോണിക് ആയിട്ടുള്ള കടുത്ത ഡിപ്രഷൻ രോഗികൾ, മരുന്ന് കഴിക്കുന്ന ടൈപ്പ് കടുത്ത ഡിപ്രഷനുള്ള ഡിപ്രഷൻസ് ഒക്കെ മാറുക. എമോഷണൽ ആയിട്ടുള്ള പ്രശ്നം എന്താ, ഗുണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലവിങ് പവർ വർദ്ധിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ലവിങ് പവർ, നെഗറ്റീവ് തോട്ട്സിനെ, എമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, ബിലീവ് ഉണ്ടാവുക. ബിലീവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാവുക. ദൈവവിശ്വാസമായാലും മറ്റ് വിശ്വാസമായാലും ഒരു വിശ്വാസം, ചില ആൾക്ക് എത്രയായാലും വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ വിശ്വാസം ഉണ്ടാവുക, സ്ട്രെസ് ഇല്ലാണ്ടിരിക്കുക. മെന്റലായിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം പീസ് ഓഫ് മൈൻഡ് ആട്ടോ. സ്പിരിച്വൽ ആയിട്ട് നമുക്ക് വരുന്ന ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിലീവ് വർദ്ധിക്കുക, അൺകണ്ടീഷണൽ ലവിലേക്ക് പോവാൻ കഴിയുക. ആത്മീയതയുടെ ബാലഭാഗം, അൺകണ്ടീഷണൽ ലവ് ആൻഡ് ഡിറ്റാച്ച്മെന്റ്. ഇനി മണിപൂര ചക്രത്തിന്റെ പിറകുവശത്തേക്ക് നമ്മൾ ഹീൽ ചെയ്യുന്നു. സോളാർ പ്ലക്സസിന്റെ പിറകുവശത്തേക്ക് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാന്ന് നോക്കിയാല് കിഡ്നി ഹീലാവും, അഡ്രിനാൽ ഗ്രന്ഥി ഹീലാകും, സിമ്പത്തറ്റിക് ഭാഗം നമുക്ക് ഹീലാവും. പിന്നെ അതിന്റെ ഫിസിക്കൽ അഡ്വാൻറ്റേജ് സ്പൈൻ, വെയിനുകള് എത്ര ഹീലാവും. സ്പൈനും വെയിനുകളും 22,000 നാഡീഞരമ്പുകളും സ്പൈൻ കോഡും ഒക്കെ നമുക്ക് ഹീലാവും. എമോഷണൽ ആയിട്ട് നമുക്ക് ഗുണം കിട്ടുക, കോപം ഇല്ലാണ്ടാവും, കോപം എന്ന വികാരം നമുക്ക് ഇല്ലാതാവും, അസൂയ എന്ന വികാരം നമുക്ക് ഇല്ലാതാവും, ശത്രുത എന്ന മനോഭാവം നമുക്ക് ഇല്ലാതാവും, ആരോടും ശത്രുതയൊന്നും ഉണ്ടാകും. മെന്റൽ അഡ്വാൻറ്റേജ് ഇൻക്രീസിങ് സെൽഫ് റെസ്പോൺസിബിലിറ്റി. സ്പിരിച്വൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം പീസ്, ജോയ്, ലവ്, കരുണ. ഇത്രയും വികാരങ്ങൾ വർദ്ധിക്കാണ്. ഇത്രയും ഈ പോസിറ്റീവായിട്ടുള്ള ഇത്രയും വികാരങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് തുല്യമായിട്ടോ. ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. നെഗറ്റീവ് ബാഗേജസും കർമ്മദോഷങ്ങളൊക്കെയാണ് ക്ലൻസ് ആയിട്ട് പോകുമ്പോഴാണ് ഈ ഗുണങ്ങൾ ഇവിടെ വരുന്നത്. ഇനി സാക്രൽ ചക്രയുടെ പിറകുവശത്താണ് നമ്മൾ ഹീൽ ചെയ്യാൻ പോകുന്നത്. സാക്രൽ ചക്രയുടെ പിറകുവശത്ത് അഡ്രിനാല്, കിഡ്നീസ്, സ്പൈനൽ കോഡ്, ഈ ഭാഗത്തിലേക്കൊക്കെ ഹീൽ നടക്കും കേട്ടോ. ഫിസിക്കലായിട്ട് നമുക്ക് അഡ്വാൻറ്റേജസ്, ഡയബറ്റീസ് മാറുക. ഡയബറ്റീസ് മാറണമെങ്കിൽ സാക്രൽ ചക്രയുടെ പിറകുവശം. ഞാൻ നേരത്തെ വേറെയും 1-2 ഭാഗവും കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. മണിപൂര ചക്രം, ഹൃദയ ചക്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മണിപൂര ചക്രം ഇൻസുലിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ല. ഹൃദയചക്രം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പ്രമേഹം മാറണമെങ്കിൽ ഈ 3 ഭാഗത്തും നന്നായിട്ട് ഹീല് കൊടുക്കണം. പ്ലസ് മണിപൂര ചക്രവും ഫേസ്, മുഖവും, ഓൾ ക്രിട്ടിക്കൽ പ്രോബ്ലംസും ഹീല് കൊടുക്കാൻ്റെ ഭാഗങ്ങൾ. അത്ര ഹീല് കൊടുക്കുക, കൃത്യമായിട്ട് ഹീൽ നമ്മൾ 20 മിനിറ്റ്സ് വെച്ചിട്ട് ഹീല് കൊടുത്താൽ ഇത് കൺട്രോൾ ആയിട്ട്. ഡയബറ്റീസ്, പിന്നെ ഷോക്ക്. ഷോക്ക് എന്ന് പറയുമ്പോൾ കറണ്ട് ഷോക്ക് അടിക്കണമല്ല കേട്ടോ. മെന്റലി നമുക്ക് ഷോക്ക് ആവില്ലേ, അയ്യോ അത് കേട്ട് ഭയങ്കര ഷോക്കായി പോയി എന്നൊക്കെ പറയില്ലേ. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഷോക്ക് തന്നെ ഉണ്ടാവും കുറെ വർഷങ്ങളോളം. അവർക്ക് എന്തെങ്കിലും ഭയങ്കര പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ലാണ്ടായി പോയാൽ പെട്ടെന്ന് പിന്നെ അവർ ഷോക്കായിട്ടാണ് ജീവിക്കുക. അത്തരം ഷോക്ക് ഉണ്ടാവില്ല. അതുപോ കിഡ്നികളുടെ രോഗം മാറുക, ബ്ലഡ് പ്രഷർ, ഈ ബ്ലഡ് പ്രഷറിന്റെ കാര്യം കറക്റ്റ് ആവുക, ഇൻഫെക്ഷൻ, പല വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് ബാധിക്കുന്നതും ഈ സാക്രൽ ചക്രയുടെ പിറകുവശത്തെ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അതുപോലെ അലർജീസ്, പല വിധത്തിലുള്ള അലർജികൾ, പിന്നെ സെക്സ്വൽ പ്രോബ്ലംസ്,
താല്പര്യമില്ലായ്മ, വികാരമില്ലായ്മ, ഇങ്ങനെയുള്ള ഫ്രിഡ്ജിലിറ്റി, വന്ധ്യത, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ. ഓക്കെ, ഇനി എമോഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫിയർ, പല വിധത്തിലുള്ള ഫോബിയ മാറിക്കിട്ടുക. ചേഞ്ച് മൂഡ്, അതായത് നമ്മൾ ഈ പറയില്ലേ മൂഡ് സ്വിങ് ആവുന്ന ആളുകൾ, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക, ഇങ്ങനെയുള്ള മൂഡ് സ്വിങ്സ് ഉള്ളത് മാറ്റുക, അല്ലെ? ചില പെട്ടെന്ന് കരയും കേട്ടോ പറഞ്ഞാൽ ചില ആളുകൾ, പിന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും. രാജലക്ഷ്മി ശ്രദ്ധിച്ച് എഴുതണം അത്. ഫോബിയാസ് ഉണ്ട്, പിന്നെ പല വിധത്തിലുള്ള ഫോബിയാസ്. എന്താ ഫോബിയ? വെള്ളത്തിനെ പേടി, അങ്ങനെയുള്ള ചില, വെള്ളം കണ്ടാൽ പേടി, ഇരുട്ടിനെ പേടി, ലൈറ്റ് ഇടാതെ, പാമ്പിനെ പേടി, അല്ലെ? പാമ്പ് ആ വഴിക്കേ പോയാൽ മതി, പിന്നെ ആ വീട്ടിലേക്കേ പോകില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഫോബിയാസ് എന്ന് പറയും. അപ്പൊ അതൊക്കെ മാറിക്കിട്ടണമെങ്കിൽ ഇത് നമ്മളിവിടെ ഹീൽ ചെയ്യാം. ചേഞ്ച് എനർജി, ചില ആളുകൾക്ക് സ്ത്രീത്വമുള്ളവർക്ക് പുരുഷത്വവും, സ്ത്രീകൾക്ക് പുരുഷത്വവും, പുരുഷനുള്ളവർക്ക് സ്ത്രീത്വം ഒക്കെ ഉണ്ടാവും. ചേഞ്ച് ഓഫ് എനർജി, അത് മാറ്റണമെങ്കിൽ. മെന്റൽ അഡ്വാൻറ്റേജ്, എബൗണ്ടൻസ്, പ്രോസ്പെരിറ്റി, എബൗണ്ടൻസ് ഒക്കെ ലഭിക്കണമെങ്കിൽ ഇവിടെ ഹീൽ ചെയ്യാം. സ്പിരിച്വൽ ആയിട്ടുള്ള പവർ എന്താണ്? ഇന്നർ പവർ വർദ്ധിക്കുക, നമ്മുടെ ഉള്ളിൽ ആത്മശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും വലിയൊരു ഹീലിംഗ് ആണ് അവിടെ സാക്രൽ ചക്രയിൽ നടക്കുന്നത്. ഇനി റൂട്ട് ചക്രയിൽ പിറകുവശത്തേക്ക് നമ്മൾ ഹീൽ ചെയ്യുമ്പോഴത്തേക്ക് കോക്കക്സ് ഭാഗം, സ്പൈനലിന്റെ താഴെ ഭാഗം, സിയാറ്റിക് വെയിൻ, സിയാറ്റിക് ആ ഒരു കാലിങ്ങനെ വേദന എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും, നടക്കാൻ പറ്റാത്ത ഒരു നീർക്കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെയിൻസ് ഇങ്ങനെ പോയിട്ട്, അത് സിയാറ്റിക്ക വെയിൻസ്. പിന്നെ യൂറിനറി സിസ്റ്റംസ് ഹീലാവും, സെക്സ്വൽ സിസ്റ്റംസ് ഹീലാവും. എമോഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്നൊരു സ്റ്റെബിലിറ്റി. അതിൽ നമ്മുടെ ലൈഫിൽ അത്യാവശ്യം വേണ്ട സാധനമാണ് സ്റ്റെബിലിറ്റി. മെന്റലായിട്ട് ഗുണം കിട്ടുക, സെൽഫ് ഹെൽപ്പ്, പോസിറ്റീവ് തോട്ട്സ്, സക്സസ്, വിജയം, എല്ലാത്തിലും വിജയം, മണി ഫ്ലോ. സ്പിരിച്വൽ അഡ്വാൻറ്റേജസ് എന്താ കിട്ടുക? ബേസ് ഓഫ് ഓൾ ദ സ്പിരിച്വാലിറ്റി എന്നാണ്. മനസ്സിലായില്ലേ? ബേസ് ഓഫ് ഓൾ സ്പിരിച്വാലിറ്റി. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി എന്തെങ്കിലുമൊക്കെ ആകണം ഇയാളെന്ന് വിചാരിക്കാം. പിന്നെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുക. പിന്നെ അവസാനം നമ്മൾ ചെയ്യുന്ന ചില ഭാഗങ്ങൾ, ഇയർ, ചെവിയിൽ ഇങ്ങനെ മാത്രം, ചെവിക്ക് മാത്രം ഒരു വിരല് മാത്രം ചെവിയിലിട്ടിട്ട് ബാക്കി ഭാഗങ്ങളൊന്നും ചെവിയിലിടാതെ അടച്ചു വെക്കാതെ ചെവിക്കായിട്ട് നമ്മൾ ഹീൽ ചെയ്യും. അത് ഭയങ്കര അക്യൂപ്രഷർ പോയിന്റ് ആണ്. എല്ലാ ഹീലും അവിടെ നടക്കുകയും ചെയ്യും, ഡെയിലി അത് ചെയ്യാൻ പാടില്ല. പിന്നെ കാൽമുട്ടുകൾ, നീസിലെ നമ്മൾ ഹീൽ ചെയ്താൽ സ്ട്രെസ് എല്ലാം റിമൂവ് ആവും. റൂട്ട് ചക്രയുമായിട്ട് കണക്റ്റഡും കൂടിയാണ്. അപ്പോ സ്ത്രീജ മേഡത്തിന് കാൽമുട്ട് വേദന വരാനുണ്ടായിരിക്കുന്ന ഒരു കാരണം നിങ്ങളുടെ സ്ട്രെസ്സാണ്. അല്ല ഡോക്ടർക്ക് പോയപ്പോൾ മുട്ടൊക്കെ തേഞ്ഞു പോയി, അവിടെ പിന്നെ ഗ്രീസ് ഒന്നും ഇല്ല എന്നൊക്കെ അവർ പറയും, അല്ലെ? ഗ്രീസ് അടിക്കണം, വണ്ടി വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഗ്രീസ് അടിക്കണം എന്നൊക്കെ അവർ പറയും, ചിരട്ടയൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ പറയും. നിങ്ങൾ കൃത്യമായിട്ട് ആ സ്ട്രെസ് റിമൂവ് ചെയ്ത് ഹീൽ ചെയ്താൽ, സ്ട്രെസ്സാണ് ഇതിന്റെ കാരണം, മെയിൻ കാരണം. എന്നാ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് കാണിക്കണ്ടാന്നോ അവർ പറഞ്ഞ തെറ്റാണെന്നൊന്നും ഞാനിവിടെ അർത്ഥം പറയുന്നില്ല കേട്ടോ. അത് ചെയ്തോ, അതൊക്കെ വേണമെങ്കിൽ ചെയ്തോളാം. പിന്നെ ടോയ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഫിയർ റിമൂവ് ആവും, നമ്മുടെ എയിം, ലക്ഷ്യങ്ങൾ കറക്റ്റ് ആവും, എല്ലാ എമോഷനുകളും ക്ലീൻ ആവും. പിന്നെ ഫീറ്റ്, കാലിന്റെ അടിയിൽ ഫീറ്റ്, അതിവിടെയും ഭയങ്കര അക്യൂപ്രഷർ പോയിന്റ് ആണ്, ഇവിടെയും ചെയ്യാം. പിന്നെ ഷോൾഡേഴ്സിൽ നമ്മൾ ഹീൽ ചെയ്താൽ നമ്മുടെ എയിം, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും. അപ്പോ ഞാനിവിടെ എത്തിപ്പം തന്നിരിക്കുന്ന ഈ ക്ലാസ്സുകൾ വളരെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തന്നത്. എന്താണെന്നറിയോ, നിങ്ങൾ എവിടെ ശരീരത്തിന്റെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ, ഓരോ ഭാഗത്ത് ഹീൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എത്രമാത്രം റേക്കി ഹീലിംഗ് ആണ്, എത്രമാത്രം റേക്കിയുടെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ഒരു പക്ക നല്ലൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം.
സാറ് നോട്ട്സ് വേറെ ഞാൻ കിട്ടാൻ വഴിയുണ്ട് സാർ? കിട്ടുമോ? തരുമോ? ഞാൻ ഞാൻ ഈ കൊറേയൊക്കെ നോട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. പക്ഷെ നല്ലവണ്ണം എഴുതാൻ പറ്റിയിട്ട്. ഞാൻ ഈ പറഞ്ഞതിനെ തന്നെ ഞാൻ നിങ്ങൾക്ക് വല്ല ഫോട്ടോ എടുത്ത് PDF അയക്കാൻ തരും. ആ അല്ലാണ്ട് ഞാൻ ഇത് കുത്തിയിരുന്ന് എഴുതിയാൽ പിന്നെ എനിക്കൊരു ക്ലാസ് നടക്കൂല. വാട്സപ്പിൽ ഒന്നാമത് എഴുതൽ നടക്കൂല. അല്ല, ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് എങ്ങനെ ഇതിനെ PDF തന്നാലും മതി സാർ. ഇതിനെ ഞാൻ ചിലപ്പോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഇരുന്ന് എഴുതിക്കോട്ടാ, മെല്ലെ മെല്ലെ ആയിട്ട്. അതും പറ്റും. അത് പറ്റും സാറ്. നമുക്ക് ഈ ഗ്രൂപ്പ് അല്ലല്ലോ, ഗ്രൂപ്പ് PDF. വെക്കാറില്ല. PDF ഞാൻ നിങ്ങൾക്ക് നേരത്തെ PDF തന്നിട്ടുണ്ട്. ഞാൻ പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള PDFകൾ തന്നിട്ടുണ്ട്. ആ PDFൽ കുറെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടോന്ന് എനിക്കറിയാം. അത് പ്രിന്റ് എടുത്താൽ പോരെ. ഇത് കറക്റ്റ്. ഇത് നല്ല ഒരു ഡീപ്പായിട്ടുള്ള ക്ലാസ് അല്ലായിരുന്ന സാർ? ഇപ്പൊ കുറെയൊക്കെ എഴുതി എടുത്തിട്ടുണ്ട് എങ്കിലും അത്രയും. ഞാൻ തരാം. ഞാനത് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് തരാനോ PDF അത് മതി സാർ. പ്ലസ് ഇത് കൂടാതെ ഇതിനെ ഞാൻ യൂട്യൂബിൽ ഇടും. യൂട്യൂബിൽ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെയും കിട്ടും. മേ ബി ഞാൻ തരാം, എന്തായാലും ഞാൻ തരാം. ശരി ശരി. പക്ഷേ ചില പതുക്കെ പതുക്കെ എഴുതിയാൽ മതി. ഇപ്പൊ നാളെ രാവിലെ ഇപ്പൊ റേക്കി ചെയ്യുമ്പോൾ ഇത് വേണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ, ആവശ്യമില്ല. വേണ്ട എല്ലാ കാര്യം കുറെ മനസ്സിലായി. പിന്നെ നമ്മള് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ടീച്ചർ മെല്ലെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഇനി എഴുതാൻ പറ്റാത്ത ബാക്കി നിന്നുപോയ ഭാഗം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഇത്രയും കറക്റ്റാ കിട്ടിയാൽ നല്ലതായിരിക്കും സാർ. തരാം. ഞാൻ തരാം. അത് തരാം. ആർക്കും അതൊന്നും തരുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താണെന്ന് അറിയോ? ചക്രങ്ങൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വിശദമാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ അനാട്ടമി മനസ്സിലാക്കിയിട്ടുണ്ട്. സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ സ്ഥൂല ശരീരം. ഇപ്പൊ നമ്മൾ എന്ന ജീവി മനുഷ്യൻ നദി കാണുന്ന മാത്രമല്ല, ആത്മീയമായിട്ട് പലതും ആണ് എന്ന് മനസ്സിലായല്ലോ. പ്രപഞ്ച ബോധവുമായിട്ട് നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഈ കണക്ഷനിൽ നിന്നും എനർജി പാസ് ആവാത്തത് കർമ്മദോഷങ്ങൾ എന്ന ബ്ലോക്കേജസ് കൊണ്ടാണ്. അതിനെ നീക്കുന്നതാണ് നമ്മൾ. അപ്പൊ അവനവനെ ട്രാൻസ്ഫോം ചെയ്ത് ക്ലെൻസ് ചെയ്ത് പ്യൂരിഫൈ ആയിട്ട് പോയിട്ട് സമാധി അവസ്ഥയിലാകാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു നല്ല പണിയാണ് ഇത്, റേക്കി. ആ സമയത്ത് നിങ്ങൾക്ക് ഭൗതികമായിട്ട് എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതൊന്നും ഇവിടെ നിഷേധിക്കുന്നുമില്ല. ഭൗതിക നേട്ടങ്ങളും ഗുണങ്ങളും നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള ഉയർച്ചയും സാമ്പത്തികവും ഒക്കെ നേടിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ നേടാൻ പറ്റുന്ന വഴിയാണ്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ഇനി ഒരു ക്ലാസ്സും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് റേക്കി ചെയ്യുന്നത്, എന്താണ് റേക്കി ചെയ്യുന്നത്. ഡെയിലി നമ്മൾ റേക്കി ചെയ്യണമല്ലോ അല്ലെ, ഡെയിലി പ്രാക്ടീസ് വേണമല്ലോ അല്ലെ. അതിൽ നമുക്ക് ചെയ്യേണ്ടത് ഗാഷോ മെഡിറ്റേഷൻ ഒന്ന്, റേക്കി ആക്ടിവേഷൻ ഇത് രണ്ടാമത്, പിന്നെ റേക്കി ഷവർ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് ഹീലിംഗ്. ഈ പറഞ്ഞ ഇത്രയും ഭാഗങ്ങൾ വിശദീകരിച്ച ഈ സെൽഫ് ഹീലിംഗ്, പിന്നെ റേക്കി പ്രൊട്ടക്ഷൻ കഴിഞ്ഞാൽ ഗ്രൗണ്ടിങ്. ഇത്രയും കാര്യങ്ങളെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. അത് എങ്ങനെയാ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ക്ലാസ് ആണ് ഇനി അടുത്ത ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്. ആ ക്ലാസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കിട്ടി, നിങ്ങൾക്ക് ക്ലാസ് ഇരുന്ന് അത്രയും ഇമ്പ്രൂവ് ആവുമല്ലോ, വേണമെങ്കിൽ ഇരിക്കാം. കാരണം ഇത് ഇതുവരെ ക്ലാസ് എടുക്കാത്ത ആളുകൾ എന്തായാലും ഇരുന്നാൽ അത്രയും ഇമ്പ്രൂവ് ആവാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വന്നോ, ലിങ്ക് അയച്ച് വന്നോളൂ. ഞാൻ ഇപ്പൊ സമയം തരായി. സമയം നമുക്ക് വന്നിട്ട് 12:40. നമ്മൾ എത്ര മണിക്കാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും പറ്റുന്ന സമയം പറയും. ഭക്ഷണം കഴിക്കാൻ പോകേണ്ടവരുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും കുറച്ച് ആവശ്യങ്ങളുള്ളവരുണ്ടാവും. മോഹനൻ ചേട്ടാ എത്ര മണിക്ക് വരാൻ പറ്റും? ഞാൻ ഓക്കെയാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞാലും ഓക്കെയാണ്. എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പൊ 10:15 ആയിട്ടുള്ളൂ. അതാണ് സംഭവം. ഇവിടെ 10 മണി ആയിട്ടില്ല കേട്ടാ. അതാ സംഭവം. ഇന്ന് ലീവ് ആണല്ലോ അല്ലെ? ഇന്ന് ആരും ലീവാണ്. അതെ ലീവാണ്. രാജലക്ഷ്മിക്ക് എപ്പോ വരാൻ പറ്റും? സാർ എനിക്ക് 4 മണിക്കാണ് ട്യൂഷൻ ഉള്ളത്. അതിന് മുന്നേ എപ്പോ വേണമെങ്കിലും വരും. 4 മണിക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പോ നമുക്ക് ഇപ്പൊ ഒരു
ഇപ്പൊ 12:40. ഒരു 1:15 ആകുമ്പോഴത്തേക്ക് 1:30 ആകുമ്പോഴത്തേക്ക് വരാം. 1:15 വരാം. ആയിക്കോട്ടെ. 1:15 ആകുമ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ട ആൾക്കാർക്ക് അത് കഴിക്കണ്ടേ? കഴിച്ചിട്ട് വന്നാൽ മതിയേ. 2 മണി. ഞാൻ ആ 2 മണിക്ക് കയറാം സാർ. 2 മണിക്കാ കയറുന്നേ? ആയിക്കോട്ടെ. ഞാൻ ഒരു 1:15 നമ്മൾ തുടങ്ങും. കാരണം ഇവർക്ക് ഒരാൾക്ക് പെട്ടെന്ന് കഴിയുന്നതും പെട്ടെന്ന്. അതെ അതെ, എന്താ ഇല്ല, ഇവർക്ക് വന്നോ ആ സമയത്തൊക്കെ വരാം, ക്ലാസ് ഉണ്ടാവും. അതെന്താണെന്നറിയോ, ഇവർക്ക് ട്യൂഷന് പോകേണ്ട ആളുണ്ട്. എനിക്ക് ഈ ആദ്യം ആ കുറച്ച് കിട്ടിയതാണല്ലോ. അതെ, ആദ്യം അതുകൊണ്ട് സാരില്ല. അപ്പൊ അവർക്ക് അവരുടെ ക്ലാസ്സും കൂടെ നോക്കണമല്ലോ. അതെ. വേഗം തീർത്ത് കൊടുത്താലേ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അവർക്ക് വേറെ ക്ലാസ്സിൽ പോകാൻ പറ്റും. കണ്ടിന്യൂസ്ലി ആകുമ്പോൾ അവർക്ക് പെട്ടുപോകും. അതുകൊണ്ടാണ്. അപ്പൊ ഒരു 1:15 ആകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോരേട്ടാ. മിനു ശിവ വരാൻ പറ്റുമെങ്കിൽ വാ. മിനു ശിവ, ഞാൻ നിങ്ങൾക്ക് ഹീൽ ചെയ്യുന്നുണ്ട്, വേഗം മാറും കേട്ടോ അസുഖം. താങ്ക് യു സർ, താങ്ക് യു. ഞാൻ ഹീൽ ചെയ്യുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അസുഖം മാറിക്കോളും. അപ്പോ ഇപ്പം ബെഡ് റെസ്റ്റ് ആണ്, ബെഡിലാണെന്ന് എനിക്ക് അറിയാം. പറ്റുമെങ്കിൽ വാ. ശരി സർ. നിങ്ങൾ മാത്രം വീഡിയോ ഓൺ ചെയ്യണം. ഓക്കെ സർ. കാരണം ഹോസ്പിറ്റലിൽ ബെഡിലായതുകൊണ്ട് വേണ്ട. ബാക്കി ആൾക്കാരൊക്കെ വീഡിയോ നിർബന്ധമായിട്ട് ഓൺ ചെയ്തേ പറ്റുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ നിർബന്ധമാണ്. കാരണം ഞാൻ എന്താണോ ഇങ്ങനെ പ്രാക്ടീസ് കാണിച്ചു തരുന്നത് അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റണമെങ്കിൽ ഞാൻ നിങ്ങളെ കാണണം. മനസ്സിലായോ? അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. മിനു, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണ്ട. ഇപ്പൊ ഞാൻ ഏതായാലും ഈ ക്ലാസ് ഇപ്പൊ നിർത്തിയിട്ട് 1:15 ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ. 1:15 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയം എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമസ്തേ. ആയിക്കോട്ടെ. എല്ലാവരോടും ശരി കേട്ടോ. ഞാനിപ്പോ തൽക്കാലം നിർത്തുക. ആയിക്കോട്ടെ. ഓക്കെ.